In Jesus' name, amen. യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായം 15 വാക്യമാണ് നമ്മൾ വായിച്ചത്. We read from John chapter 21 verse 15. യോഹന്നാൻ എന്ന അപ്പോസ്തലനെ മറ്റുള്ള ഏത് എഴുത്തുകാരെക്കാൾ കൂടുതൽ നമുക്ക് പരിചിതനാണ്. John the apostle is very familiar to any of us as a writer more than others. കർത്താവിന്റെ മാർവോട് ചേർന്നിരുന്ന നാഥന്റെ നെഞ്ചിന്റെ ചൂടറിഞ്ഞ സമാനതകളില്ലാത്തൊരു അതുല്യ പ്രതിഭയായിരുന്നു യോഹന്നാൻ. John was an exemplary apostle of God, a disciple of God who knew the heat of God's own chest. അങ്ങനെ കർത്താവിന്റെ മാർവോട് ചേർന്നിരുന്നുകൊണ്ട് എന്നാ ഗുണമുണ്ടായി എന്ന് ചോദിച്ചാല് വലിയ ബംഗ്ലാവ് വെച്ചതോ വലിയ രഥം മേടിച്ചതോ ഒന്നും ഞാൻ കണ്ടില്ല. പക്ഷെ തിളച്ച എണ്ണ ഇട്ടിട്ട് തൊടാൻ പറ്റിയില്ല. Amen. He was close to God's own heart, and I did not see any places where it said he became wealthy, but he was put in boiling oil, but that couldn't destroy him. മോസിന്റെ ഏകാന്തതയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ചിരിച്ചോണ്ട് തിരിച്ചു വന്ന ആളാണ്. When he was put into the emptiness, desertedness of Patmos, the island, he came back smiling. നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ 11ാം ദിവസമാണിത്. This is the 11th day of our fasting prayer. ഒരു പണിയില്ലാതെ വന്നിട്ടുള്ളത് ആരെങ്കിലും ഉണ്ടോ? Are there any people who had a lot of time and they came here to kill time? അത്യാവശ്യം പണികളെല്ലാം ഉണ്ടായിരുന്നു. And we have a lot of things to do in our life. എല്ലാം മാറ്റി വെച്ച് അകത്ത് വന്നത്. But we all made time for coming here and praying. അതുകൊണ്ട് എന്നാ നേട്ടം ഉണ്ടാവും പാസ്റ്ററെ എന്ന് ചോദിച്ചാൽ നാളെ തൊട്ട് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകത്തില്ലെന്ന് ഞാൻ പ്രസംഗിക്കത്തില്ല. നാളെ ഒരു പ്രതിസന്ധി വരുമ്പോൾ അറിയാം ഇവിടുന്ന് കൈയടിച്ചതിന്റെ ഗുണം. Amen. Tomorrow when something happens, or if you ask me what is the benefit of coming here and sitting, tomorrow I won't say you will be all wealthy, you wouldn't have any problems in your life. നാളെ ഒരു രോഗം വരുമ്പോൾ അറിയാം ഇവിടുന്ന് ദൈവത്തെ സ്തുതിച്ചതിന്റെ ഗുണം. But tomorrow when you are facing a crisis, you will know the benefit of investing in the presence of God. യോഹന്നാൻ എന്ന എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം ബൈബിളിൽ സുവിശേഷങ്ങൾ എഴുതിയവരുണ്ട്, ലേഖനങ്ങൾ എഴുതിയവരുണ്ട്, പ്രവചനങ്ങൾ എഴുതിയവരുണ്ട്. പക്ഷെ സുവിശേഷവും ലേഖനവും പ്രവചനവും എഴുതാൻ ഭാഗ്യം ലഭിച്ച ഒറ്റ എഴുത്തുകാരനെ ഉള്ളത് യോഹന്നാനാണ്. There were people who wrote letters, gospel and prophetic books, but all three were single-handedly handled by John. He was the only one person. അതിനെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരാൾ 3 പുസ്തകങ്ങൾ എഴുതുന്നതിനകത്ത് അത്ഭുതമൊന്നുമില്ല. പക്ഷേ മത്തായി യേശുവിനെ കുറിച്ച് എഴുതുമ്പോൾ ജീനിയോളജി എഴുതിയിട്ടാണ് ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുന്നത്. ലൂക്കോസ് എഴുതിയപ്പോൾ ചരിത്രം എഴുതിയാണ് പരിചയപ്പെടുത്തുന്നത്. പക്ഷെ യോഹന്നാനെ സംബന്ധിച്ചിടത്തോളം ജീനിയോളജി എഴുതിയില്ല, വലിയ ചരിത്രമൊന്നും എഴുതാൻ പോയില്ല, വലിയ അത്ഭുതങ്ങളും എഴുതിയില്ല. എഴുതിയത് മുഴുവൻ യേശുവിനെ കുറിച്ച് ഓരോ വാക്കും. Amen. John wrote all these 3 books. Him writing 3 different books is not the wonder thing. When Matthew wrote, he spoke about genealogy. When Luke told, he spoke about the history. But John concentrated only about Jesus and him alone. ഒരു എഴുത്തുകാരൻ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, മറ്റുള്ളവരെല്ലാം യേശുവിനെ കുറിച്ച് എഴുതിയപ്പോൾ യോഹന്നാന്റെ സുവിശേഷം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവാണെന്ന്. Amen. When others wrote about Jesus, he wrote Christ himself. Christ revealed in Jesus. അപ്പോൾ ഞാൻ ചിന്തിച്ചൊരു കാര്യം, നമ്മൾ ഒരാളെ കുറിച്ച് മാത്രം ഇങ്ങനെ എഴുതുമ്പോൾ സത്യം പറഞ്ഞാൽ ബോറടിക്കത്തില്ലേ? Amen. I was thinking to myself, wouldn't we be bored about writing about one single person alone? പക്ഷേ ബോറടിക്കാത്തൊരു നാമം ഉണ്ടെങ്കിൽ അത് യേശുവിന്റെ നാമമാണ്. If there is one name that you wouldn't ever get bored, it's the name of Jesus. അക്കുലാസ് പാസ്റ്റർ എത്ര പ്രസംഗം പ്രസംഗിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല. Amen. I have no idea how many sermons Pastor Aculas preached. 10,000 എണ്ണം പ്രസംഗിച്ചിട്ടുണ്ടാവും. At least 3,000 sermons. അല്ല, ഓർത്ത് നോക്കിയാൽ ഞാൻ ഒരു വർഷം 360 ദിവസം ഉണ്ടല്ലോ. അപ്പം അക്കുലാസ് ഭാഷയെ സംബന്ധിച്ചിടത്തോളം 3 എണ്ണം ഇല്ല ഒരാഴ്ച. Amen. At least 3 preaches. അങ്ങനെ കൂട്ടിയാൽ മതി, 3000 ഉണ്ട്. Amen. At least 3 sermons a week, and his years of ministry 4 വർഷമായില്ലേ വന്നിട്ട് ആ ഉറപ്പ്. ഇപ്പൊ ചോദിക്കരുത്, യോഗം കഴിഞ്ഞിട്ട് എന്ന് ചോദിക്കണം, പക്ഷെ ഇത്രയൊക്കെ പ്രസംഗിച്ചില്ല ഞാൻ നിർത്ത് എന്ന് പറഞ്ഞാൽ പറയാൻ പോകുന്ന ഉത്തരം ഞാൻ പറയാം. എന്റെ പൊന്നു മോനെ, മടുക്കാത്തത് യേശുവിനെ കുറിച്ച് പ്രസംഗിച്ചാൽ. Amen. You should come and ask Pastor, are you not tired of preaching 3,000 sermons about this single person? Pastor will say, I will never get tired about preaching about Jesus. ഈ ബൈബിൾ കഴിഞ്ഞാൽ എനിക്ക് വളരെ ഇഷ്ടമുള്ള പുസ്തകമുണ്ട്. അത് യേശുവിനെ കുറിച്ച് എഴുതിയ ഒരു പുസ്തകമാണ്. KP കേശവൻ എന്ന് പറഞ്ഞ എഴുത്തുകാരനെ എഴുതിയത്. ആ പുസ്തകത്തിന്റെ പേര് യേശുദേവൻ എന്നാണ്. Amen. There is a book that I dearly love and admire after the word. It was written by a person called KP Keshav. It's called God Jesus. അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന ഒത്തിരി വിവരക്കിടക്കാണ്. പക്ഷെ എന്നാലും ആ പുസ്തകം വളരെ മനോഹരമായിട്ട് യേശുവിനെ കുറിച്ച് എഴുതി. It's beautifully drafted about Jesus. There are a lot of things that are not right according to the context. എഴുതിയ ആൾ ക്രിസ്ത്യാനി ഒന്നും അല്ല, ഒരു നല്ല ഹൈന്ദവനാണ്. He was not a believer, he is a Hindu believer. പക്ഷേ പുസ്തകത്തിന്റെ അവസാനത്തെ പേജിൽ അദ്ദേഹം ആ എഴുതിയപ്പോഴുണ്ടായ അനുഭവത്തെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. It's a Malayalam book and he is writing something very important towards the end of the book. അവസാനം അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നത് എങ്ങനെയാണ്, ഞാൻ ഒരുപാട് കഥാപാത്രങ്ങളെ പ്രമേയമാക്കി പുസ്തകമൊക്കെ രചിച്ചിട്ടുണ്ടെങ്കിലും ഈ പുസ്തകം എഴുതിയത് എനിക്ക് മറക്കാൻ കഴിയില്ല. And he is saying towards the end of the book, I have written about a lot of people, but I cannot forget about writing this book. പലപ്പോഴും എഴുതുന്നത് കണ്ണ് നിറഞ്ഞായിരുന്നു. Amen. A lot of times when he was authoring or writing that book, his eyes would tear up. അധ്യായങ്ങളിൽ എഴുതി തീർത്തപ്പോൾ ഞാൻ കരഞ്ഞുകൊണ്ടാണ് നിർത്തിയത്. Many chapters I concluded when my eyes were tearing up. അദ്ദേഹം പറഞ്ഞു, ഞാൻ എഴുതി തീർത്തപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഞാൻ എഴുതിയ 100 കഥാപാത്രങ്ങളിൽ ഒന്നല്ല യേശു. യേശുവിന് എന്തോ വിശിഷ്ടതയുണ്ട്. And he is saying
Jesus is not one person among hundreds of them. I wrote about he is special and unique. അവസാനത്തെ വരികൾ ഇങ്ങനെ കുറിച്ച് വെച്ചിരിക്കുന്നത്, ഇനി എന്റെ ജീവിതത്തിൽ ഒരാളെ കുറിച്ച് എഴുതാൻ ഭാഗ്യമുള്ളെങ്കിൽ ഒരു സംശയം വേണ്ട, ഞാൻ എഴുതുന്നത് യേശുവിനെ കുറിച്ചാണ്. And he is concluding the book by saying, if I am given an opportunity to write another book about the same person I wrote, I would choose Jesus. ഞാൻ വിചാരിച്ചത് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ നല്ലൊരു സ്തോത്രമൊക്കെ പറയുമെന്ന്. I thought you would praise God when I said this. കാര്യം കർത്താവിനെ ദൂരെ നിന്ന് കണ്ടറിഞ്ഞവൻ പറയാണ്, അനുഭവിച്ചിട്ടില്ല, അടുത്തറിഞ്ഞിട്ടില്ല, ദൂരെ നിന്ന് കണ്ടു കേട്ടറിഞ്ഞവൻ പറയാണ്, യേശുവിന് പകരം വെക്കാൻ മറ്റൊരാൾ ഇല്ലെന്ന് പറയുന്നെങ്കിൽ അനുഭവിച്ചറിഞ്ഞ നമ്മൾ എത്ര അധികം. Amen. Somebody who saw Jesus from afar, he is saying Jesus is the best person, and us experiencing the Lord that he is good, how much more must we be grateful. 3 വർഷം തെരുവീതിയിലൂടെ സിന്താവ് വിളിച്ച ആളാണ്. I'm a person who used to go behind political parties. കുട്ടിയൊക്കെ സിന്താവൊക്കെ വിളിക്കുമ്പോൾ അന്നേരം ഭയങ്കര ആവേശമാണ്. I was so zealous about going behind these things. പക്ഷെ വീട്ടിൽ ചെന്ന് കിടന്ന് ഉറങ്ങുമ്പോൾ ചിന്തിച്ചിട്ടുണ്ട്, ദൈവമേ ഇനി വിളിക്കാൻ ഇടയാകല്ലേ. And when I go back home, I would say I don't want to go back into that riot again. പക്ഷെ എന്റെ അനുഭവം വെച്ച് പറയാൻ കഴിഞ്ഞ 7 വർഷം 8 വർഷമായിട്ട് ഇത് പ്രസംഗിക്കുന്നു. But today let me tell you, for the past 7-8 years I'm preaching this word. ഒരു നിമിഷം പോലും ഞാൻ ചിന്തിച്ചിട്ടില്ല ഇതൊന്നും താഴെ വെക്കാൻ. I've never thought about keeping this book down and retiring. ഒരു ദിവസം പ്രസംഗിച്ചില്ല മടുപ്പ്. If I don't have an opportunity to preach, I am so troubled. പാട്ട് പാടുന്ന എന്റെ സഹോദരങ്ങൾ ഇതിനകത്ത് ഇരിപ്പുണ്ട്. There are people who sing and worship. അവരോട് ചോദിച്ചേ, പാട്ട് പാടി മടുത്തിട്ടുണ്ടോ? You must ask them, are you tired of worshiping by praising God? ആന്റിമാരോടും അങ്കിൾമാരോടും പറയാണ്, ഏറ്റവും കുറഞ്ഞൊരു 30 ലക്ഷം സ്തോത്രം വന്നിട്ടില്ലേ? Amen. Ask people who are praising God constantly, at least 3 lakh praises must have risen to heaven. പറയുന്നവരുടെ കാര്യമാണ്. I'm talking about people who praise God. ചോദിക്കാണ്, സ്തോത്രം പറഞ്ഞ് കുഴഞ്ഞ ആരേലും ഉണ്ടോ? Amen. You must ask, are there any people who praise God and got tired? ആരാധിച്ചു മടുത്തവരുണ്ടോ? Are there people who got tired after worshiping God? കഴിഞ്ഞ 10 ദിവസവും ആരാധിച്ച് മടുത്തെന്നുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അനങ്ങാതിരുന്നോ? പക്ഷെ ഈ 11ാം ദിവസം സ്തോത്രം പറയുന്നോറും ആവേശം, ആരാധിക്കുന്നോറും ആവേശം. ഇങ്ങനൊരു നാമമുണ്ടെങ്കിൽ യേശുവിന്റെ നാമമാണെന്ന് ഉറപ്പുള്ളവര് കരമൊന്ന് അടിച്ച് കർത്താവിനെ സ്തോത്രം. If there is anybody who is tired praising God and worshiping God, you can remain idle. But if you are not tired about worshiping the Lord, put your hands together and give glory to God. Hallelujah. Hallelujah. ചരിത്രം ഉറങ്ങുന്ന ഒരു മണ്ണാണ് തിബരിയാസ് കടൽപ്പുറം. Amen. The place of Tiberias is somewhere a lot of history rests. അവിടെ കടന്നു വന്നിട്ട് യേശു പത്രോസിന്റെ മുഖത്ത് നോക്കി ഒരു ചോദ്യം ചോദിച്ചു. അത് നമ്മൾ വായിച്ചേ. Jesus got to that place and he's asking a question to Peter. ഇനി എന്റെ ഭാഷയിൽ അങ്ങ് പറയാണ്, പത്രോസ് എന്നോട് ഇഷ്ടമുണ്ടോ? അതാണ് ചോദ്യം. And Jesus asking a simple question, do you love me? അപ്പം പുള്ളിയുടെ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്ത് പറഞ്ഞാലും ചാടിക്കറി പറഞ്ഞേ ഭയങ്കര ചങ്കകർത്താവ്. You all know he's a very impulsive person. He says, you are my heart, Lord. പിന്നെയും ചോദിച്ചു, കർത്താവ് വിട്ടില്ല, പിടിച്ചേ ചോദിച്ചു, സത്യമായിട്ട് സ്നേഹം ഉണ്ടോടാ? And again he asks a little more closely, do you really love me? അപ്പം അദ്ദേഹം പറഞ്ഞു, എന്നെ പറച്ചിലാ പറഞ്ഞു, കാരണം 3.5 വർഷം കൂടെ നടക്കുമല്ലായിരുന്നു, ഭയങ്കര സ്നേഹമാണ്. And then he's again asking and he's replying, I'm walking with you for the past 3 years. I love you. എന്റെ മനസ്സിൽ ഒരു ചിന്ത, സത്യം പറഞ്ഞ തള്ളിപ്പറഞ്ഞിട്ട് നിൽക്കുക, എന്നാലും ഒരു മര്യാദ ഇല്ലാതെ മുഖത്ത് നോക്കിയിട്ട് സ്നേഹം എന്നൊക്കെ പറയുന്നെങ്കിൽ സമ്മതിക്കണം പുള്ളി. This man is actually the person who betrayed Jesus to a person, and he's looking at the eyes of Jesus and saying, I love God. എന്നിട്ട് കർത്താവ് വിട്ടില്ല, പിടിച്ചു വെച്ചിട്ട് ചോദിച്ചു, സത്യത്തിൽ സ്നേഹമുണ്ടോ? And again the third time he's asking, do you really love me? അപ്പോഴാണ് പത്രോസിന് മനസ്സിലായത്, മുമ്പിൽ നിൽക്കുന്ന ആള് സ്നേഹമുണ്ടെന്ന് 1000 വട്ടം പറഞ്ഞാലും മാർക്കിടുന്നവനല്ല. Amen. That is when Peter understood something. He's not a person who evaluates by word. നാവിന്റെ അധരങ്ങൾക്കപ്പുറം അകം കാണുന്ന ദൈവമാണ് മുമ്പിൽ നിൽക്കുന്നത്. The God who is standing in front of him is a person who sees the heart. ഈ ഉപവാസ പ്രാർത്ഥനയുടെ 11ാം ദിവസം കൈയടിച്ചവരും സ്തോത്രം പറഞ്ഞവരും അന്യഭാഷ പറഞ്ഞവരും പാടിയവരും എല്ലാവർക്കായിട്ടും സ്തോത്രം. പക്ഷേ നമ്മുടെ കൈയടിക്കപ്പുറം അകം കാണുന്ന ഒരു കർത്താവ് ഇതിനകത്തുണ്ടെന്ന് വിശ്വസിക്കുന്നവർക്കായിട്ട് ദൈവത്തിന് സ്തോത്രം. I thank the Lord for people who understand the fact that more than your praises, more than your sound and your clapping, there is a God who sees your heart. അപ്പൊ ഞാൻ ചിന്തിച്ചു വെച്ച കാര്യം, സത്യം പറഞ്ഞാൽ ഈ ചോദ്യം കേൾക്കുമ്പോ ഇവന് മനസാക്ഷി ഉണ്ടെങ്കിൽ ഇവ പൊട്ടിക്കറി. Amen. When I'm thinking Peter would actually burst out into tears if he understood the real depth of this question. ഇത്രയും ചിന്തിച്ചാൽ കഴിഞ്ഞ 3.5 വർഷം കർത്താവ് ഇവർക്ക് വേണ്ടി ചെയ്തതും ഇവര് തിരിച്ച് ചെയ്തതും തമ്മിൽ കമ്പയർ ചെയ്താൽ മാത്രം അത് ഹൃദയം പൊട്ടും. Amen. Their hearts would burst if they only run a simple comparison between what they did to Jesus and what Jesus had done for them. ഇവരാരായിരുന്നു ചോദിച്ചാൽ ഇവരാരും അല്ലായിരുന്നു. Amen. If you ask who were they were none. They were nothing. Amen. They were nothing. Zero hoy kadadeyaan. They were people who were at zero. പക്ഷേ ഇപ്പോ അവരുടെ സ്റ്റാറ്റസ് മാറി. But today their status is different. ആരുമല്ലാത്ത അവരെ ആരെങ്കിലും ഒക്കെ ആക്കിയത് കർത്താവാണ്. Jesus is the person who made them who they are at this point. എന്തിനാ കർത്താവിന്റെ കൂടെ നടക്കാൻ കഴിയുന്നത് ഒരു ഭാഗ്യമല്ലേ? Amen. Why do you have to consider a lot to just walk with Jesus? പുറത്തുള്ള ആരും ഇതിനകത്തില്ല. നിങ്ങളോട് ചോദിക്കുകയാണ്, തരികിടയും തട്ടിപ്പും ഇല്ലാതെ കർത്താവിന്റെ കൂടെ നടക്കുന്നത് ഒരു ത്രില്ലല്ലേ?
Amen. Just without any evils of the world, it's a thrill to walk with Jesus, ഏതോ isn't it? ചുമ്മാതുള്ള നടത്തയാണോ? ഇവര് കണ്ട പോലുള്ള ദൈവപ്രവൃത്തി കണ്ട ഒരു കൂട്ടര് ചരിത്രത്തിലുണ്ടോ? Are they walking blindly, or simply are there any other set of people who have seen such wonders ever on the face of the earth? കുരുടൻ കാണുന്നു, മുട്ടന്തൻ നടക്കുന്നു, കുഷ്ഠരോഗി ശുദ്ധമാകുന്നു, മരിച്ചവർ ഉയർക്കുന്നു, ഭൂതങ്ങൾ അലറിപ്പോകുന്നു. ഇതൊക്കെ കണ്ണാലെ കാണാൻ ഭാഗ്യം കിട്ടിയവർ. Just like that, Jesus is ministering to the sick are getting healed, demon-possessed people are getting delivered, food is getting multiplied, all of that. എന്റെ പ്രിയപ്പെട്ടവരെ, കാണുക മാത്രമാണോ ചെയ്യാൻ അധികാരമുള്ളത്? Amen. And not just to simply see, but they've got the authority of Jesus to manifest those. പത്രോസിനോട് പറഞ്ഞ വാക്ക് നിങ്ങൾക്കറിയാം, മോനെ നീ അഴിച്ചാൽ അഴിയോടാ, നീ കെട്ടിയാൽ കെട്ടും. ഇതുപോലെ അധികാരമുള്ള ഒരു കൂട്ടം. And now Peter was already entrusted with the authority. If you bind something, it will be bound. If you lose something, it will be loosened. കർത്താവ് ഇവർക്ക് വേണ്ടി ചെയ്തതാ ഞാൻ പറഞ്ഞത്. ഇനി ഞാൻ ചോദിച്ചോട്ടെ, തിരിച്ച് ചെയ്തത് ഒന്ന് ചിന്തിച്ചു നോക്കിയേ. And this is what Jesus did to them, and what did they do back to Jesus? അമ്മ കർത്താവിന്റെ കൂടെ നടക്കാൻ ഭാഗ്യം കിട്ടി, കർത്താവ് എല്ലാം നന്മയും ചെയ്തു, അതൊക്കെ സത്യ. അവസാനം ഒരു നിർണായക സമയത്ത് കർത്താവ് പറഞ്ഞു, മോനെ ഓൾ നൈറ്റ് ഒന്നും വേണ്ട, 1 മണിക്കൂർ. Amen. ഒരു മണിക്കൂർ ഒന്ന് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാം. Amen. Jesus did such great things for them, and one crucial point, Jesus is requesting them something, not a whole night prayer, but just 1 hour. Can you be awake and pray? Watch and pray. പക്ഷെ പറ്റിയില്ല. But they couldn't pull it off. കർത്താവിന്റെ കൂടെ നടന്നപ്പോൾ പറഞ്ഞു, കർത്താവേ ഞാൻ നിനക്ക് വേണ്ടി ചാവും, നിനക്ക് വേണ്ടി ഞാൻ ജയിലിൽ പോയി. ഇവൻ ആദ്യം ഓടിയത്. And this guy who was with God always is the first person who betrayed and ran away. ഇപ്പൊ പിന്മാറ്റത്തിന്റെ പടുകുഴി ചെന്നിട്ടും എന്റെ ജീവിതത്തിൽ എനിക്ക് തോന്നിയ അത്ഭുതം പറയാം. എന്നിട്ടും കൈവിടാതെ അവരെ തേടിച്ചെന്ന് ചേർത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്നേഹത്തിന് എന്തു പേര് പറയും? Today you know what's the most wonderful thing about this love. When Peter was in its worst state of backsliding, Lord went in search of him for that love he had for Peter. ഇന്ന് രാത്രിയിൽ നിങ്ങൾ പലരും ചിന്തിക്കുക, എന്റെ ഭാഷ തിബിരാസ് കടപ്പുറത്ത് നടക്കുന്ന കാര്യവും പത്രോസിന്റെ കാര്യം ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യം നമ്മുടെ കാര്യം ഈ പറയുന്നത്. Amen. Today you may ask, Pastor, what is the point of talking things about years and years back, and what are we doing here? നിങ്ങളുടെ കാര്യം പറയാല്ലേ, എന്റെ കാര്യം പറയാണ്. നിങ്ങളുടെ അനുഭവമായിട്ട് വല്ല മാച്ചിങ് ഉണ്ടെങ്കിൽ ദൈവത്തെ സ്തുതിച്ചാൽ മതി. Amen. You only have to worship if this relates to your life. I'm going to talk about my life. ഞാൻ ആരായിരുന്നു ചോദിച്ചാൽ ഞാൻ ആരും അല്ലായിരുന്നു. ഒരു കണ്ണിനും ദയ തോന്നാത്ത എനിക്ക് അർഹതയില്ലാത്ത ദാനങ്ങളും ദൈവകൃപയും ഒക്കെ പകർന്നു തന്ന് ഇങ്ങനെ ആക്കിയെങ്കിൽ ആ സ്നേഹത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ പറ്റുമോ? Amen. If it is my case, when no eye showed mercy upon me, it was His grace that saved me and made me stand. How can I not worship God? നമ്മുടെ ചർച്ചിന്റെ പേര് ബദൽ ഇന്ത്യൻ ക്രിസ്ത്യൻ ആശ്രമം. വേറെ നമ്മുടെ ചർച്ചിലല്ലാത്ത വേറെ ആരും ഇതിനകത്തില്ലല്ലോ. ഇല്ല, എല്ലാവരും നമ്മുടെ ചർച്ചിന്റെ ഭാഗമാണ്. ഓക്കെ. അപ്പൊ ഞാൻ നിങ്ങളോടങ്ങ് ചോദിക്കുകയാണ്, വേറൊരു സഭക്കാരില്ല, നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ കണ്ട പോലുള്ള ദൈവപ്രവൃത്തി കണ്ട വേറെ ഒരു കൂട്ടം ഈ സമൂഹത്തിലുണ്ടോ? Amen. Is there any other community that has seen wonders happening in this place than you guys? നിങ്ങൾ കണ്ട പോലുള്ള ദൈവപ്രവൃത്തി കണ്ടൊരു കൂട്ടരുണ്ടോ? ഇത് കാണാൻ നമുക്കല്ല ഭാഗ്യം കിട്ടിയോ? Amen. We are the only people who are privileged to see the wonders of God. ഈ പാലാരി വിട്ടത്തൊരു ജോഷുവ എന്ന് പറഞ്ഞൊരു മോനുണ്ട്. There's a son called Joshua in Kerala. മുട്ടക്കൻ കുഞ്ഞ്. He's a smart kid. പക്ഷേ പെട്ടെന്ന് തലവേദന പ്രയാസം ഉണ്ടായി. ഗൾഫിൽ വെച്ചായിരുന്നു. അപ്പം കൊണ്ടുവന്ന് ചെക്ക് ചെയ്തപ്പോൾ ബ്രെയിൻ ട്യൂമർ. Suddenly he was Middle East, and suddenly he had a headache, and when we went and checked it out, it was brain tumor. ഹോസ്പിറ്റലിൽ 6 ഓപ്പറേഷൻ. Brain tumor, 5 hospitals, 6 surgeries. പക്ഷേ ഓപ്പറേഷൻ ഫെയിൽ ആയിരുന്നു. All our surgeries were a failure. ചെറുക്കനെ ജീവച്ഛവമായിട്ട് കൊണ്ടുവന്നിട്ട് He is just a vegetable, just alive. അപ്പം കസേര വന്നിരിക്കുകയാണ്. ഇവന് കേൾവിശക്തി പോയി, കാഴ്ചശക്തി പോയി, ഒരു കോമയാണെന്ന് ചോദിച്ചാൽ ആ ഒരു സിറ്റുവേഷനിലാണ് കൊണ്ടുവന്നത്. He lost his sense of hearing, eyes and sight. He is almost in coma. ഒറ്റ കൊച്ചനെ ഉള്ളു. അമ്മയും അപ്പനും വിളിച്ചിട്ട് പറയും, പാർഷേ പ്രാർത്ഥിക്കണേ പ്രാർത്ഥിക്കണേ പ്രാർത്ഥിക്കണേ. കോവിഡ് വന്നപ്പോഴത്തേന് പ്രാർത്ഥിക്കാൻ പോകാൻ പോലും ആരുമില്ല. Only son and parents are calling pastors and telling pastors pray. Once the COVID hit, nobody is even there to pray with them. പക്ഷെ ഒരു ദിവസം നടന്ന ഒരു അത്ഭുതം ഞാൻ പറയാം. ഒരു 12 മണി കഴിഞ്ഞപ്പോഴത്തേന് ഹോളിലിരിക്കായിരുന്ന അപ്പനും അമ്മയും കൊച്ചൻ റൂമിൽ നിന്ന് കതവ് തുറന്ന് ഹോളി വന്നു. Amen. There is a wonder that's happening one night at 12 o'clock midnight. This kid who was in his room alone, he's walking out of the room. അപ്പൊ ഈ കാഴ്ച കണ്ടിട്ട് അപ്പനും അമ്മയും സ്തബ്ധരായി പോയി. അപ്പുറത്ത് പാസ്റ്ററും ആരണ്ടൊക്കെ വന്നിട്ട് ചോദിച്ചു, എന്തോ മോനെ പറ്റിയെന്ന് ചോദിക്കുമ്പോ ഇവൻ പറയാണ്, എനിക്കൊന്നും അറിയത്തില്ല പാസ്റ്ററുകളെ, പക്ഷേ എന്റെ പപ്പയും മമ്മിയും അന്യഭാഷ പറയുന്നത് ഞാൻ കേട്ടു. Oh, amen. And they're asking, a pastor came by running and asked the kid, what happened to you, son? I only heard my parents worshiping in tongues. I don't know what happened. പക്ഷെ ഇന്ന് രാത്രി ഞാനൊരു കാര്യം ചോദിക്കുകയാണ്. നിങ്ങളുടെ കുഞ്ഞിനൊരു വിഷയം വന്നാൽ പാസ്റ്റർ പ്രാർത്ഥിക്കും. എനിക്കറിയാം പാസ്റ്ററെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കും. ഞാനും പ്രാർത്ഥിച്ചെന്ന് വരാം. പക്ഷെ പെട്ടെന്നുള്ള കരയെന്ന പോലെ കരയോ?
Amen. If something happens to our kids, let me ask you, our pastor will pray so sincerely, but will he pray according to a mother prays? തലമുറകൾക്ക് വേണ്ടി ജനിപ്പിച്ച അപ്പൻ കരയുന്ന പോലെ ലോകത്തിലെ ആരെങ്കിലും കരയോ? Is there anybody who will shed tears in the presence of God than our parents? ഇപ്പൊ ഞങ്ങൾ കിടന്നുറങ്ങിയാലും പാർസ് കിടന്നുറങ്ങിയാലും ആ തലമുറകൾക്ക് വേണ്ടി കൊച്ചി അമ്മ അപ്പന് വരുന്ന അന്യഭാഷ പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോ സ്വർഗത്തിന് ഉറങ്ങാൻ പറ്റിയില്ല. സ്വർഗം ആ റൂമിനകത്ത് ഇറങ്ങി. When we slept, when pastors slept, there was a set of parents who prayed for that kid and heaven came down. ആ കുഞ്ഞിനെ സൗഖ്യമാക്കിയെങ്കിൽ, And if that kid was healed, ജോഷുവയ്ക്ക് കിട്ടിയ വിടുതൽ ഓർത്താരും ദൈവത്തെ സ്തുതിക്കണ്ട. ഒരത്ഭുതങ്ങൾക്കെങ്കിലും സാക്ഷ്യം വഹിച്ചവര്. അച്ഛൻ ഇവിടെ ഇരിപ്പുണ്ട്. അച്ഛന് വേണ്ടി ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ പാസ്റ്ററുമായിട്ട് സംസാരിച്ചു. അച്ഛന് വേണ്ടി ഞങ്ങള് ഷാജി പാസ്റ്റർ ചർച്ചിൽ ചെന്ന സമയത്താണ് ഈ സംഭവം അറിഞ്ഞത്. ആ അമ്മ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിച്ച് കരഞ്ഞ് പറഞ്ഞ സാക്ഷിയൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ആ ചർച്ചും നിങ്ങളുടെ ചർച്ച പ്രാർത്ഥിച്ച പോലെ നെഞ്ചു പൊട്ടി കരഞ്ഞു പ്രാർത്ഥിച്ചു. ഞാൻ ഇന്നലെ ചിന്തിക്കായിരുന്നു, എനിക്ക് ഡേവിഡ്സൺ ആണോ ഏവരാന്നോ പറഞ്ഞ് കൃത്യമായിട്ട് അതൊരു നിയോഗമായിരുന്നു എന്നെ ഇവിടെ കൊണ്ടുവരാൻ. ഇത് ഞാൻ കണ്ടല്ലോ. I was at a church in New York, and I remember how that church prayed for dear Simon Uncle when his issue came up. I'm saying I was there at that church to see how fervently they were praying for this man. എന്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള എത്ര ദൈവപ്രവർത്തികൾക്ക് സാക്ഷ്യം വഹിച്ച സഭയാണ് ഇന്ന് രാത്രി ഇവിടെ നിന്ന് ആരാധിക്കുന്നതെങ്കിൽ, അങ്ങനെയുള്ള ദൈവപ്രവർത്തികൾക്ക് സാക്ഷ്യം വഹിച്ച ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് ആരും സ്വന്തം പറയണ്ട. നാവ് തുറന്ന് കർത്താവിനെ ഒന്ന് സ്തുതിക്കാൻ കഴിയുമെങ്കിൽ, how much more wonders of God have we seen, and still are we able to praise God for those testimonies? If you are ready, put your hands together and worship the Lord this night. നമ്മുടെ കരങ്ങളൊന്ന് അടിച്ച് കർത്താവിനെ ഒന്ന് അല്പസമയം ഒന്ന് കാണാൻ മാത്രമല്ല ചെയ്യാനും അധികാരമുള്ളവരാ ദൈവസഭ. The church has the authority to do things on the earth. Hallelujah. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രിയില് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആവേശത്തോടെ പ്രതികരിച്ച്, these things we took it with a lot of zeal in our heart. പക്ഷെ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യമുണ്ടല്ലോ, ഹൃദയത്തിനകത്ത് നിങ്ങൾ കൈയടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഒന്ന് ശോധന ചെയ്ത് നോക്കണം. Next few things are to introspect. There is no mandate that you have to clap. ഇത്രയൊക്കെ കർത്താവ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെ തിരിച്ചു ചെയ്ത്? And after Jesus doing all of these things for us in our lives, what are we doing back to him? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓൾ നൈറ്റ് ഒന്നും വേണ്ട. മര്യാദക്ക് ഒരു 2 മണിക്കൂർ ഏകാഗ്രമായിട്ട് ഇരിക്കാൻ കഴിയുന്നില്ലേ നമ്മൾ എന്നാ പെന്തക്കോസുകാരാ? Amen. You don't have to pull off all-nighters to pray, but if you cannot concentrate, focus and pray for 2 hours, what kind of believers are we? യോഗത്തിനകത്ത് വന്നിരിക്കുമ്പോഴും മൊബൈലിൽ തോടുന്ന കക്ഷികളെ ഞാൻ കണ്ടിട്ടുണ്ട്. Amen. I've seen people who still meddle with phone when they are in a church setting inside a service. കഷ്ടാനുഭവങ്ങളെ ധ്യാനിക്കുന്ന കത്രിമേശ അടുത്ത് വരുമ്പോ ഒരു മര്യാദയില്ലാതിരുന്ന് ഉറങ്ങുന്ന അച്ഛന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. I've seen people who fall asleep when the most important Lord's table is served. എന്ന് പറഞ്ഞാൽ നമ്മള് എങ്ങനെ പ്രതികരിച്ചെന്നാ ഞാൻ പറയുന്നത്. പലപ്പോഴും ഏകാഗ്രമായിട്ട് പോലും നമുക്കൊന്നും ഇരിക്കാൻ പറ്റും. How are we responding or reacting is what I'm saying. We don't even have the focus. പിന്നെ ഞങ്ങൾ നമ്മളെ അകത്ത് വരുമ്പോൾ നമ്മൾ കൈയടിക്കാനും ആരാധിക്കാനും നമുക്കൊരു ആവേശമാണ്. But we are all thrilled to clap hands and make noise and make sound. പക്ഷെ ഒറ്റയ്ക്കാകുമ്പോൾ നമ്മൾ പലരും പരാജയപ്പെട്ടു. But when we are alone in our spaces, we are a big failure. നമ്മുടെ സഹോദരൻ കണ്ട് ഗിത്താർ വായിക്കുന്നുണ്ട്. Amen. വല്ല പ്രയാസമുള്ള കാര്യമാണോ? Amen. പ്രയാസമുണ്ട് ഞാൻ വായിച്ചാൽ. ഇത് പഠിച്ചാക്കിയത് വലിയ പ്രയാസമൊന്നും ഇല്ല. Joshua is playing guitar. Is it something difficult? If I play, it's a difficulty for me because I haven't learned. He has learned it, so it's easy for him. പ്രസംഗിക്കാൻ വല്ല പ്രയാസമുണ്ടോ? Is it hard to preach? ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഞാനല്ല ഇവിടെ ആർക്കും അതിന് അരമണിക്കൂറുള്ള വകുപ്പ് എല്ലാവരുടെ കയ്യിലും Amen. ഉണ്ട്. Just like I shared before, at least 30 minutes everybody can preach here. നിങ്ങൾ ആരും കല്ലെറിയുമല്ലോ, ഇരുന്ന് കേൾക്കല്ലേ. And nobody is throwing stones at anybody. They are just listening. പ്രസംഗിക്കുക, പാടുക, കീബോർഡ് വായിക്കുക, ഇതൊന്നും പ്രയാസമുള്ള കാര്യമല്ല. It's very easy. It's very easy to preach, sing and all that play instruments. പക്ഷെ ആ മലയുടെ മുകളിലോട്ട് നോക്കണം, ഒരു ഭക്തൻ ഒറ്റയ്ക്ക് നിൽക്കുക. Amen. കൂടെ നിന്ന് ജയ് വിളിക്കാൻ ആളില്ല, കീബോർഡ് വായിക്കാൻ ആളില്ല, കൂടെ നിന്ന് പാടാൻ ആളില്ല. ബാലിന്റെ പ്രവാചകന്മാർ ചുറ്റും നിൽക്കുമ്പോ ഞാൻ ദൈവത്തിന്റെ ദാസനാന്ന് കാണിച്ച തന്റെ ഇടം ഉണ്ടല്ലോ, അതാണ് യഥാർത്ഥത്തിൽ ദൈവസഭയ്ക്ക് വേണ്ടത്. But look at to the Mount of Carmel. There is one prophet by himself. When 450 prophets of Baal are surrounded by him, he is calling upon the name of Jesus alone and all by himself. Look at that courage. ബാബേലിന്റെ കൊട്ടാരത്തിനകത്ത് കഴിക്കാൻ ഇഷ്ടം പോലെ, കുടിക്കാൻ ഇഷ്ടം പോലെ, ആസ്വദിക്കാൻ ഇഷ്ടം പോലെ നിരത്തി വെച്ചു
കൊടുക്കുമ്പോ ഞാൻ ദൈവത്തിന്റെ പൈതലാണ്, ഇതുകൊണ്ട് ജീവിതം അശുദ്ധമാക്കത്തില്ലെന്ന് കാണിച്ച തന്റെ ഉണ്ടല്ലോ, അതാണ് റിയൽ സ്പിരിച്വാലിറ്റി. Amen. In the kingdom of Babel, do you see a man who is standing, who is deciding and choosing to consecrate himself without making himself unholy by the food in the palace? പക്ഷെ ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ അതിന് ഉത്തരം പറഞ്ഞാൽ മതി. പരാജയപ്പെട്ടിട്ടുണ്ട്, പിന്മാറ്റത്തിൽ പോയിട്ടുണ്ട്, we become backslidden, എന്നിട്ടും കൈവിട്ടില്ലല്ലോ. Amen. Still he never forsake us. എന്റെ കാര്യം പറയാം, പല സമയത്ത് ക്ഷീണം കൊണ്ടാണ്. Amen. It's because I was tired in my body. സ്തോത്രം പോലും പറയാതെ ചെന്ന് ഉറങ്ങിയ രാത്രികളുണ്ട്. There are nights where I've never even given a word of thanks to God, just went back to my bed and slept. എന്നിട്ടും രാവിലെ ആരോഗ്യത്തോടെ എഴുന്നേറ്റു. But even the next morning the Lord woke me up healthy. ആ തകർത്ത് കളയാത്ത സ്നേഹം എത്ര വലുതാ. How big of a love is our God's love. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പാലക്കാട് ഒരു ക്യാമ്പിന് പ്രസംഗിക്കുകയാണ്, യുവജന ക്യാമ്പ്. I'm preaching at a youth camp in Kerala. അപ്പം മുമ്പില് നമ്മുടെ സിബിൻ ഇരിക്കുന്ന പോലെ ഒരു പെങ്കൊച്ചിരിക്കുകയാണ്. It's just like how Sibin is sitting, there was a girl in that place. സിബിൻ വിചാരിക്കും എല്ലാ പ്രാവശ്യം സിബിൻ എന്നെ തന്നെ അപ്പം മുമ്പിലിരിക്കുകയാണ്. അപ്പം ഈ മോളുണ്ടല്ലോ, കണ്ണീരൊഴുകുകയാണ്. She's shedding tears, she's crying just like അപ്പൊ that. ഞാൻ യോഹന്നാന്റെ ലേഖനത്തിന്റെ വാക്യം പ്രസംഗിക്കുന്നത്, കാൺമിൻ ദൈവമക്കളെന്ന് വിളിക്കപ്പെടാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം. വാട്ട് ആൻ ഇൻക്രെഡിബിൾ ലവ് ഓഫ് ഗോഡ്. അതാ പ്രസംഗിക്കുന്നത്. Amen. I'm preaching about what an incredible love of God from the epistle of John. അപ്പം പ്രസംഗിച്ചിങ്ങനെ മുമ്പോട്ട് വരുന്ന സമയത്ത് എനിക്കൊരു ആവേശം കയറി. ഞാൻ ചോദിച്ചു, പാസ്റ്റർക്ക് പാടാറിയോ? ഞാൻ പറഞ്ഞു, എനിക്ക് പാടാറിയില്ല, പക്ഷേ ആവേശം കൊണ്ട് പാടുന്നേ. Amen. അപ്പം എനിക്കൊരു ആവേശം കയറിയപ്പോൾ ഞാൻ ഒരു പഴയ പാട്ട് പാടി. നിത്യസ്നേഹത്താൽ എന്നെ അവൻ സ്നേഹിച്ചു, അളവില്ലാത്ത തൻ കരുണയാ നീക്കിയൻ. ഈ പാട്ടങ്ങോട്ട് പാടിയപ്പോൾ ഈ കൊച്ചു പൊട്ടിയാൻ കാര്യം. And when this song was sung there, this girl just burst out into tears. അപ്പൊ യോഗം കഴിഞ്ഞ പാസ്റ്ററോട് ഞാൻ പറഞ്ഞു, എനിക്ക് ആ മോളോട് സംസാരിക്കണം. Towards the end of that meeting, I told the pastor in charge that I want to talk to that girl. മോളുടെ പേരെന്നാ? I asked her, what's your name? തബീതാണ് പേര്. She told, my name is Tabitha. അവള് പാലക്കാട് ഡോക്ടറേറ്റ് MBBS ഫോർത്ത് ഇയർ അങ്ങോട്ട് പഠിക്കാം. She's in her med school fourth year. മോളെ നിനക്ക് കരയുന്നേ? And I asked her, why are you crying? അവളെന്നോട് പറയാണ്, എന്റെ പാസ്റ്ററെ 22ാമത്തെ വയസ്സിൽ ഞാൻ കർത്താവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിച്ചു. She's saying, I received the Lord as my personal savior at the age of 22. അപ്പൊ ഞാൻ ചോദിച്ചു, അതിന് മുമ്പോ? And I asked her before that. ഞാൻ പെന്തക്കോസ്തിലായിരുന്നു. I was a Pentecostal believer. ഞാൻ പാസ്റ്റർ മോളായിരുന്നു. I'm a pastor's daughter. പക്ഷെ ദൈവസ്നേഹം അറിഞ്ഞിട്ടില്ല. But I've never experienced the love of God. 2 വർഷം മുമ്പ് കർത്താവിന്റെ ഹൃദയത്തിൽ വന്നു. But 2 years back the Lord came to my heart. പിന്നെ ഞാൻ എപ്പം വന്നാലും യേശുപ്പച്ചാന്ന് കേൾക്കുമ്പോ കരയാതിരിക്കാൻ പറ്റില്ല. Amen. Then after that encounter I cannot stop crying when I hear the name of Jesus. അപ്പൊ ഞാൻ ചിന്തിച്ചു, ഈ ലോകത്തിന്റെ പുറകെ തലമുറകൾ ഓടിക്കൊണ്ടിരിക്കുമ്പോ ഇതിനെ പുറങ്കാല് കൊണ്ട് തട്ടിയെറിഞ്ഞ് വല്ല മുസ്ലിമിന്റെ ഹിന്ദുവിന്റെ കൈ പിടിച്ച കുഞ്ഞുങ്ങൾ പൊക്കോണ്ടിരിക്കുമ്പോ ഇന്നും കർത്താവെന്ന് കേൾക്കുമ്പോ കണ്ണ് നിറയുന്നു. Amen. യേശുവേ എന്ന് കേൾക്കുമ്പോ ഹൃദയം തുടിക്കുന്നു. Amen. ചെറുപ്പക്കാർ ഇന്നും നമ്മുടെ ഇടയിലുണ്ടെന്ന്. I just want to say, when there is a generation who is racing behind the world, chasing behind the world, there exists a generation who love God ardently. ഞാൻ ഈ ദൂത് കർത്താവിലേക്ക് നൽകിയപ്പോൾ പഴയ പാട്ടുണ്ട്, എൻ മനം കവർന്ന നീ അതുല്യ സ്നേഹമേ, മാറ്റമില്ല ദൈവ സ്നേഹം. അറിയാങ്ങളൊന്ന് ചെന്ന് പാടി. ഓ എൻ മനം കവർന്ന നീ അതുല്യ സ്നേഹമേ, മാറ്റമില്ല ദൈവ സ്നേഹം, എത്ര അത്ഭുതം. ഓ കാൽവറിയിൽ കാണും സ്നേഹം അത്ഭുതം, വർണ്യമല്ലഹോ. നീങ്ങിപ്പോകും പർവ്വതങ്ങൾ കുന്നുകളിവാ, പാറിടും പ്രപഞ്ചവും ദാനം മഹിമൈ. ഓ നീങ്ങിപ്പോകും പർവ്വതങ്ങൾ, പാറിടും പ്രപഞ്ചവും ദാനം മഹിമൈ. അമ്മേ മർത്യ സ്നേഹം മാറിടും ക്ഷണത്തിലെങ്കിലും, മാറ്റമില്ല ദൈവ സ്നേഹം, എത്ര അത്ഭുതം. മർത്യ സ്നേഹം മാറിടും ക്ഷണത്തിലെങ്കിലും, മാറ്റമില്ല ദൈവ സ്നേഹം, എത്ര അത്ഭുതം. കാൽവറിയിൽ കാണും സ്നേഹം അത്ഭുതം. ഹല്ലേലൂയ. ഓ അതെന്റെ നാം, ഓ പാപത്തിൽ നിന്നെന്നെ വീണ്ടെടുത്ത സ്നേഹം, അമ്മേ പാവന നീളം ചോരിഞ്ഞ ക്രൂശിൻ സ്നേഹം, അമ്മേ പാപത്തിൽ നിന്നെന്നെ വീണ്ടെടുത്ത സ്നേഹം, പാവന നീളം ചോരിഞ്ഞ ക്രൂശിൻ സ്നേഹം.
എന്മാനം കവർന്ന നീയാതുല്യ സ്നേഹമേ, നമ്മെ മാറ്റമില്ല ദൈവ സ്നേഹമത്രയാൽ. ഓ എന്മാനം കവർന്ന നീയാതുല്യ സ്നേഹമേ, മാറ്റമില്ല ദൈവ സ്നേഹമത്രയാൽ. നമ്മെ കാൽവരിയിൽ കാണും സ്നേഹമത്ഭുതം. കാൽവരിയിൽ കാണും സ്നേഹമത്ഭുതം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആ സ്നേഹം തിരിച്ചറിഞ്ഞ പ്രിയപ്പെട്ടവരെ നാവ് തുറന്നു കർത്താവിനെ ഒന്ന് സ്തോത്രം ചെയ്യട്ടെ. കർത്താവേ, അങ്ങയുടെ സ്നേഹം എത്ര വലുത്, അങ്ങയുടെ സ്നേഹം എത്ര വലുത്, അങ്ങയുടെ സ്നേഹം എത്ര വലുത്. what an incredible love of God we experience in our lives. നീ ആ ചോദ്യം എനിക്ക് തോന്നി എന്നറിയാം, ഒരു അപ്പം മോനോട് ചോദിക്കുന്ന പോലെ ചോദിച്ച മോനെ എന്നോട് ഇഷ്ടമുണ്ടോടാ. Let me get back to that question. It is like a father-son relationship. കാര്യം കഴിഞ്ഞ 3.5 വർഷം കർത്താവ് കൊണ്ട് നടന്നത് ഒരു മോനെ കൊണ്ട് നടക്കുന്ന പോലെ. Just like how a father cares for a son, Jesus has been caring for these disciples. പക്ഷേ ഒരു ലോജിക്കലായ ചോദ്യം എന്റെ മനസ്സിൽ വന്നത്, ഈ ചോദ്യത്തിന്റെ ആവശ്യമുണ്ടോ? Amen. And a logical thing that came to my mind is this question relevant? Is it even required? നിങ്ങളുടെ പാസ്റ്ററിനോട് ചോദിച്ചാൽ അർത്ഥമുണ്ട്. കാര്യം ഞാനിങ്ങനെ വെളുക്കെ ചിരിച്ചാലും എന്റെ മനസ്സ് എങ്ങനെയാണെന്ന് പുള്ളിക്ക് അറിയാൻ പറ്റത്തില്ല. If pastor asked me this question, even though I smile at his face, I don't know, he doesn't know what is in my heart. പക്ഷെ പത്രോസിനോട് സ്നേഹമുണ്ടെന്ന് ചോദിക്കുമ്പോഴും ആ ഹൃദയത്തിനകത്തെ സ്നേഹത്തിന്റെ അളവ് കൃത്യമായിട്ട് അറിയാവുന്ന ആളല്ലേ കർത്താവ്. Amen. When Jesus is putting forth this question, Jesus is the person who clearly knows what measure of love Peter has for God. അപ്പൊ ഞാൻ ചിന്തിച്ചു, പിന്നെ എന്തിനാ ഈ ചോദ്യം ചോദിച്ചു? And then I thought, why did he ask this question? അപ്പൊ എനിക്ക് മനസ്സിലായത് എന്റെ കുഞ്ഞുമായിട്ടൊരു ഉദാഹരണം. And this is a question that this is something that are related to my kid. ഞാൻ പറഞ്ഞില്ല, എന്റെ മോക്ക് ഒരു 9 വയസ്സുള്ള ഒരു കുഞ്ഞ് എനിക്കുണ്ട്. ഞാൻ കുഞ്ഞിനോട് ഏറ്റവും കൂടുതൽ ചോദിച്ചുള്ള ചോദ്യം അപ്പ ഇഷ്ടമാണോ? I have a 9-year-old girl in my house, and at the number frequent question that I've asked her, do you love me? ചോദിക്കുമ്പോഴേ പറയാം ഭയങ്കര ഇഷ്ടമേ. And the moment before even I finished the question, she would say, I love you, Lord. കർത്താവ് ചോദിച്ച പോലെ ഞാനും ചോദിക്കുന്നത് അവളേക്കാൾ ഇഷ്ടമാണോ? And then just like how Jesus asked, I will repeat the question again, do you like more than your mother? കൊച്ചു ഭയങ്കര ഡിപ്ലോമാറ്റിക്. ഇങ്ങനെ നമുക്ക് അവൾ കാണുന്നുണ്ടെങ്കിൽ പറയും രണ്ടുപേരെ ഒരുപോലെ ഇഷ്ടമാണ്. കാണുന്നില്ലെങ്കിൽ പറയും അപ്പ ഇഷ്ടം. My kid is very diplomatic. She would make sure that her mom is not watching. If her mom is watching, she would say, I love you both. Otherwise, she would say, I love you. പക്ഷേ അടുത്ത കാലത്ത് ചോദിക്കുമ്പോഴേക്കും അപ്പയ്ക്ക് വട്ടുവല്ലോ ഉണ്ടോ? Now recently when I'm asking, she's asking me, are you crazy? കാര്യം പറഞ്ഞ കാര്യം എന്നറിയാം, എന്നെ ചോദ്യം അപ്പ ചോദിച്ചേ എന്റെ അപ്പയല്ലേ, അപ്പയുടെ കുഞ്ഞല്ലേ ഞാൻ. Amen. എനിക്ക് അപ്പയോട് സ്നേഹമില്ലായിരിക്കും. She's asking in a way, what kind of question is this? I'm your daughter, you're my father, how will I not love you? ഞാൻ തിരിച്ച് മനസ്സിൽ പറഞ്ഞൊരു ഉത്തരവുണ്ട്, സ്നേഹം ഉണ്ടെന്ന് അറിയാമെങ്കിൽ ആ നാവിന്ന് കേൾക്കുമ്പോൾ ഒരു സുഖമാണ്. Amen. And then there is something that I think to myself, even though I know you love me, it is a feel good thing for me to hear from you. അല്ല, നിങ്ങൾ ഉണ്ടായിരുന്ന അപ്പനും അമ്മയും വല്യമ്മച്ചമാരൊക്കെ ഇരിക്കുന്നേ, എല്ലാവരുടെ വായിന്നത് കേൾക്കുമ്പോൾ ഒരു സുഖമല്ലേ? All the people who are here are parents, grandparents, or mothers and fathers. Is it the same? ഞങ്ങളുടെ അടുത്ത് ചില അപ്പന്മാരും മക്കളും ഉണ്ട്. അപ്പനും മക്കളൊന്നും പേരേ ഉള്ളൂ, മിണ്ടത്തില്ല. And in some places I've seen father and son, it's just by name and relation, they don't even talk. എനിക്കറിയാവുന്ന ഞങ്ങളുടെ ഫാർ റിലേറ്റീവ്, അയ്യോ വീട്ടോട് എട്ടാ 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 ഈ വിളിയേ ഉള്ളൂ. പുളിക്കമ്പ വെച്ച് ഈശുന്നേ, ഫ്രിഡ്ജ് വറക്കാട്ടി, ബെഡ്റൂമിൽ കയറി ആട്ടി, എല്ലാത്തിനും തല്ല. അപ്പൊ ഞാൻ ചോദിച്ചാൽ എന്നെ അച്ഛൻ ഇങ്ങനെ പിള്ളേരെ തല്ലിക്കൊല്ലരുത്, വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പൊ പറഞ്ഞ സ്നേഹ ഉള്ളില പുറമേ കാണിക്കാൻ പറ്റത്തില്ല. I have a far relative. I went to that family. Whatever the children do, this father will start beating them up and making a lot of fuss about it. And I asked that man, and I told why are you beating them, Lord? And he is telling me, I love them in my heart. You don't have to express. പക്ഷേ ഇപ്പം വലിയ പ്രശ്നത്തില്ല, കാരണം പിള്ളേര് വളർന്നു. പിള്ളേരിങ്ങനെ നിൽക്കുക, മോനെ അപ്പന അങ്ങനൊന്നും പറയെന്ന് പറയുമ്പോൾ പിള്ളേർ പറയുന്നത് അപ്പന ആയ കാലത്ത് സ്നേഹിച്ചിട്ടില്ല. അപ്പൊ ഇങ്ങനെ കുറെ പെന്തക്കോസ്ത് നമ്മുടെ ഇടയിലുണ്ട്. സ്നേഹം എന്നാ പറഞ്ഞു, 50 വർഷമായിട്ട് സ്നേഹിക്കുക, പക്ഷെ വന്നിരുന്ന് കുത്തിയിരുന്ന് ഉറങ്ങുക. And there are kids nowadays, and they say, my dad hasn't loved me. And now it is similar to that in church. We are in church for a long years, but we don't love God. ഞങ്ങളുടെ പാരമ്പര്യം എന്താണെന്നറിയാമോ എന്ന് പറഞ്ഞിട്ട് നാവ് തുറന്നൊരു സ്തോത്രം പറയാത്ത അച്ഛന്മാര്. And this person will say, do you know our tradition? Do you know our history? And then he wouldn't even open his mouth to praise God at least once. അകത്ത് ദൈവസ്നേഹമുള്ളവര്, സത്യം പറഞ്ഞാൽ അപ്പനോട് മക്കള് കാണിക്കുന്ന സ്നേഹപ്രകടന ആരാധന, അല്ലാതെ വന്ന് ഇരുന്നിട്ട് ജോലി കിട്ടണേ രണ്ട് കയ്യടി, പിന്നെ എനിക്ക് അഡ്മിഷൻ കിട്ടണേ കൈ, അതൊന്നും അല്ല ആരാധന. ആരാധന എന്ന് പറയുന്നത് അപ്പനോടുള്ള മക്കളുടെ സ്നേഹപ്രകടനം. Amen. The genuine worship is an expression of love towards a father from their children.
അകത്ത് ദൈവസ്നേഹം കയറി കത്തിയാൽ അനങ്ങാതിരിക്കാൻ പറ്റുമോ? Amen. If this love of God is ignited within you, how can you stay silent? അകത്ത് ദൈവസ്നേഹം കത്തുമ്പോ കൈയടിക്കുന്നതും അന്യഭാഷ പറയുന്നതും സ്തോത്രം പറയുന്നതും തുള്ളിച്ചാടുന്നതും എല്ലാ ആരാധനയാ. If this love of God is ignited when you clap, when you jump, when you shout a praise to Lord, to God, it is all expression and form of worship. ഒരു കാര്യം നിങ്ങൾ എല്ലാവരോടും ചേർന്ന് പറയണം, അപ്പന്റെ മക്കളായോണ്ടുള്ള സന്തോഷമേ നമുക്കുള്ളൂ. Amen. Let me tell you and make sure something. The only joy in our life is because we are children of God. പെന്തക്കോസ്തുകാരെ നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്നറിയോ? എന്റെ ദൈവത്തെ അപ്പാ എന്ന് വിളിക്കാനുള്ള ഭാഗ്യമാണ്. You know what's the most privilege in our life? Our privilege in our life is to call that God Abba Father. ഇപ്പൊ അഖിലാസ് പാസ്റ്ററോട് ചോദിക്കുകയാണ്, എന്റെ പിന്നെ ഈ വന്ന പുള്ളി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാസ്റ്റർ മനസ്സിലാക്കാൻ വേണ്ടി പറയും PAP യുടെ പ്രസിഡന്റോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയാം. എന്റെ കുഞ്ഞോട് ചോദിക്കാം ഷിബിൻ ശാമ്പൽ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ PAP യുടെ പ്രസിഡന്റ് ആണെന്ന് പറയും. എന്റെ കൊച്ചു പറയും എന്റെ അപ്പൻ. Amen. If you ask pastor who is this person, he would say, he would give a lot of introduction, PAP president or whatever he would say. But if you ask my kid who is this man, she would say it is my father. നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്നറിയാം, എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും Amen. മുട്ടുമേൽ ഇരുന്നിട്ട് Amen. അപ്പാ എന്ന് വിളിക്കുമ്പോ Amen. ഇറങ്ങി വരുന്നൊരു ദൈവം Amen. വേറെ ഒരു മതത്തിൽപ്പെട്ടവനും അതില്ല. Amen. Do you know what's the അപ്പാ എന്ന് വിളിക്കാൻ ഭാഗ്യമുള്ളത് ദൈവോയിതനാ. Amen. Do you know what's the most privilege? When we are most tense, we are in our lowest, when we get on our knees and call him Abba Father, that's the biggest privilege that we have. എന്റെ പ്രിയപ്പെട്ട ഒരു കാര്യം നമ്മൾ തിരിച്ചറിയണം, അതുകൊണ്ടുള്ള നന്മയും പ്രൊട്ടക്ഷനുമാണ് നമ്മൾ അനുഭവിക്കുന്നത്. Amen. You must understand that it is the only protection and the joy that we carry is just because of that. ഇന്ന് വൈകിട്ട് വലിയ പ്രശ്നമില്ല, ഉച്ചയ്ക്ക് പിള്ളേർ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഓട്ടമായിരുന്നു. പക്ഷെ ഞാൻ എന്തെങ്കിലും പറഞ്ഞത് നിങ്ങൾ കേട്ടോ? Amen. This evening we don't have that much of a problem. In the morning we had a lot of kids playing around here. And did you hear me rebuking or them? പറഞ്ഞു ഞാൻ. Did I say anything? എന്താ കാര്യം? ഞാൻ അങ്ങനൊന്നും അല്ലായിരുന്നു. Do you know why? And I was not like that. ഞാൻ ഇങ്ങനെ യോഗം നടക്കുന്നതിന്റെ ഇടയിൽ അങ്ങനെ പിള്ളേരോടുമ്പോ എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. ഞാൻ പിള്ളേരെ നല്ല വഴക്കും പറയായിരുന്നു. പിള്ളേരുടെ അമ്മയെ ഞാൻ നോക്കി വെക്കും. യോഗം കഴിഞ്ഞിട്ട് ഞാൻ അവർക്കും കൊടുക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ പറയാത്തതിന്റെ കാര്യം മനസ്സിലായി, എനിക്കൊന്നായി. I was a person who used to not let children run around the church, and I used to even target their mothers to tell them not to let them do that. But I only understood the pain when I had a kid. അപ്പം നമ്മുടെ ഈ വഴക്ക് പറയാൻ കഴിയുമ്പോൾ പറയാം, അതേ ഉപദേശിയുടെ കൊച്ചിനെ ഇരുത്ത് എന്നിട്ട് ഞങ്ങളുടെ അടുത്ത് പറയാൻ പാ, അതുകൊണ്ട് ഞാനിപ്പോ ഒന്നും മിണ്ടത്തില്ല. Now if I go and rebuke them or start talking to them and say, Pastor, let your kids sit in a place, then we'll talk to them. പിള്ളേരെ കാണിക്കുന്ന കുരുത്തക്കേടെന്ന് പറഞ്ഞാൽ വല്ലാത്ത കുരുത്തക്കേട്. Then do you know there are some kids that are so naughty? അപ്പൊ ഞാൻ നോക്കുമ്പോൾ കാണാൻ ഈ അപ്പന്മാരൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ കാണിക്കുന്നതൊക്കെ. അപ്പൊ ഞാൻ ചോദിച്ചു ഇയാൾ എന്നാ അപ്പനെ? അപ്പൊ ഞാനിങ്ങനെ ഭാവനെ കാണുകയാണ്, ഞാൻ ആയിരുന്നു ആ സ്ഥാനത്ത് ഓടുത്തങ്ങ് എറിഞ്ഞാൻ. ഇങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, അത് 8 വർഷത്തിന് മുമ്പാണ്. I'm talking about 8 years back. I used to think about some fathers when their children are running around. Why is this father not reacting? If it was me, I would have given nice. നമുക്കൊന്ന് വന്നപ്പോ മനസ്സിലായി, അങ്ങനൊന്നും അറിയത്തില്ല. അറിയോ വെച്ചാ അറിയത്തില്ല. നാട്ടുകാരന്റെ കൊച്ചാകുമ്പോൾ തോന്നും, സ്വന്തം കൊച്ചിനെ അറിയില്ല, കാരണം ചോരയാ. When we think about others, or when we think about others, we would think all this. But when we had our own kid, we understood that we wouldn't do that. പത്രോസിനോട് കർത്താവ് പറഞ്ഞൊരു വാക്കുണ്ട്, പത്രോസെ ഗോതമ്പ് പാറ്റുന്ന പോലെ. Amen. There is something that Jesus is saying to Peter, just like how wheat is sown. ഗോതമ്പ് പാറ്റുന്ന പോലെ നിന്നെ എടുത്ത് പാറ്റാൻ Just like ശത്രു എത്ര വട്ടം എന്റെ അടുത്ത് വന്നയാന്നറിയാമോ? Amen. ഇനി പാസ എവിടെ വാക്യൊന്നും ചോദിക്കരുത്, ഞാൻ അങ്ങ് ആഡ് ചെയ്യാം. നിന്റെ കയ്യിലിരിപ്പ് നോക്കിയായിരുന്നു എന്നേ അവൻ കൊണ്ടുപോയനെ. Amen. പക്ഷെ കൊടുക്കാൻ പറ്റില്ലടാ. Amen. കാര്യം നിന്റെ മേൽ എന്റെ മുദ്രയുള്ളതാ. എന്റെ കുഞ്ഞായത് കൊണ്ട് നിന്നെ തകർത്ത് കളയാതിരുന്നതാ. Amen. Jesus is saying to Peter, if it was for your doings, if it was for your character, enemy would have snatched you way before, but I won't let you go because you are sealed by my blood. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി വചനം കേൾക്കുമ്പോഴും എന്റെ വിശുദ്ധിയുടെ കൂടുതൽ കൊണ്ടാണ് ഞാനിവിടെ ആരോഗ്യത്തോടെ ഇരിക്കുന്നതെന്നുള്ള ആരേലും ഉണ്ടോ? എത്ര പരാജയങ്ങൾ പറ്റിയിട്ടും ജീവിതത്തിൽ കുറവുകൾ ഒന്ന് മാറി ഒന്നായിട്ട് സംഭവിച്ചിട്ടും തകർത്ത് കളയാതിരുന്നത് അപ്പന്റെ മഹാസ്നേഹമാണ്. മക്കളെ പോലെ ചേർത്ത് പിടിച്ച ദൈവത്തിന്റെ കരുതല് അനുഭവിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി ഇതിനകത്തുണ്ടെങ്കില് പരപ്രേരണ കൂടാതെ ഹൃദയം തുറന്ന് ആരാധിക്കാൻ കഴിയുമെങ്കിൽ അല്പസമയം കരമടിച്ച് നാവ് തുറന്ന് കർത്താവിനെ അല്പസമയം ഒന്ന് ആരാധിക്കുക. അങ്ങയുടെ സ്നേഹം എത്ര വലുതാണ്. We are where we are because of the love of Jesus. If you experience that love of Jesus, put your hands together and worship the Lord. La ba ma ma la ra ba ga da ga da ga ma tini. La ra ba la ba la ba la ba la ba. മക്കളിൻ കാരുണ്യം താതനെന്നോണം, മക്കളിൻ കാരുണ്യം താതനെന്നോണം, ഓ ഭക്തരിൻ വാത്സല്യവാൻ. ആ ദൈവസ്നേഹം തിരിച്ചറിഞ്ഞവര്
നന്മയാൽ വായിക്കവൻ തൃപ്തിയെ താന്നു. നന്മയാൽ വായിക്കവൻ തൃപ്തിയെ താമേ. നവ്യമാകുന്നു നിൻ യൗവനമെന്നു. നവ്യമാകുന്നു നിൻ യൗവനം. വാഴ്ത്തുക നീ മനമേ എൻ പരനേ. വാഴ്ത്തുക നീ മനമേ. ആമേൻ. വാഴ്ത്തുക നീ മനമേ പരനേ. വാഴ്ത്തുക നീ മനമേ. ആ കർത്താവിന്റെ കരുതലോർത്ത കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. Lift your hands and praise God for His love. അപ്പൊ അപ്പൻ മക്കളോട് ചോദിക്കുന്ന പോലെ ചോദിക്കാൻ എന്നോട് ഇഷ്ടമുണ്ടോ? He's asking a question like a father is asking a son. ചോദിച്ചത് ആരാണ്? Who is asking? ദൈവപുത്രൻ ചോദിക്കുകയാണ്. Son of man is asking. ഈ ദൈവപുത്രൻ എന്ന് പറഞ്ഞാൽ ഒരു തെറ്റും ഇന്ന് വരെ ചെയ്തിട്ടില്ല. He is a man who is spotless. നമ്മൾ അവിശ്വസ്തരായപ്പോഴും വിശ്വസ്തനായവൻ. Even when we were unfaithful, he was faithful. എന്നാൽ ഈ ചോദ്യം ചോദിച്ച പുള്ളിയോ? Amen. But this person who is asking a question, ഒരു സ്ഥിരതയില്ലാത്തൊരു കക്ഷിയാ. that person very unstable. കർത്താവിനെ കണ്ടവൻ പറഞ്ഞു ഞാനും വരാൻ കർത്താവ്. ചാടിയും ഇറങ്ങി. And when this question was asked, he was like, I'll also come with 10 you. ദിവസം കഴിഞ്ഞപ്പോൾ ചോദിച്ചു ഞങ്ങൾക്ക് എന്തോ. After 10 days of the journey, he's asking, what do ഞങ്ങൾക്ക് I എന്തോ get? കിട്ടും. What do we get? ഒരു പ്രാവശ്യം നേരത്തെ പറഞ്ഞ പോലെ ഞാൻ വേണമെങ്കിൽ ചാകാന്ന് പറഞ്ഞു. ഇവനാണ് ആദ്യം ഓടിയത്. And just like he is a person who said, I am ready to die for you. He's കടലിൽ വരുന്ന കണ്ടപ്പം പറഞ്ഞു ഞാനും വരട്ടെ കർത്താവ്. ധൈര്യമായിട്ട് കയറി പോരടാ. Amen. When Jesus was walking on water, he's asking, let me also come. പക്ഷെ മിനിറ്റുകൾക്കുള്ളിൽ മുങ്ങി താഴുക. But in seconds, he was down in the water. ഒരു പ്രാവശ്യം പറഞ്ഞു ഞാൻ പറയാം നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. Amen. The next thing is he is saying is you are the living God. You are the Son of God. 5 മിനിറ്റ് തികയുന്നതിന് മുമ്പ് കർത്താവ് തന്നെ പറയേണ്ടി വന്നു നീ സാധാരണ. In 5 minutes, Jesus himself had to say you are Satan. അപ്പൊ ഒരു സ്ഥിരതയില്ലാത്ത ഈ പുള്ളിയോടാണ് ഈ മഹാദൈവം ചോദിക്കുന്നത്. This man who is very unstable is asking. Yeah. He's asking this question. ഓക്കെ. അപ്പൊ ഞാൻ ഏബലിനോട് ചോദിക്കുകയാണ് മോനെ ഈ പഴയ ഒരു താല്പര്യമൊന്നും ഇല്ലല്ലോ അല്ലെങ്കിൽ സ്നേഹം ഇല്ലല്ലോ എന്നൊക്കെ ചോദിക്കാൻ കുഴപ്പമില്ല. കാരണം ഞങ്ങൾ ഏകദേശം തരക്കാരാണ്. ഞാനും സിബിന്റെ പ്രായമാണ്. എന്നാലും ഞങ്ങൾ ഏകദേശം ഒരു തരക്കാരാണ്. അപ്പൊ ചോദിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. കാര്യം ഏകദേശം ഒരു പ്രായമാണ്. We are almost of the similar vibe, so there's no problem in asking this question. അപ്പൊ ഇവിടുത്തെ രാഷ്ട്രീയക്കാരെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ നാട്ടിലെ കാര്യം പറയാം. I don't know politicians here in the US, but in Kerala. അപ്പം ഞാൻ എന്റെ ജംഗ്ഷൻ ഞാൻ പറഞ്ഞില്ല എന്റെ സ്ഥലം കൊട്ടാരക്കരയാണ്. അപ്പൊ ഞാൻ കൊട്ടാരക്കര ജംഗ്ഷനിൽ നിൽക്കാന്ന് വെച്ചു. In my hometown, when I'm standing in the junction, അപ്പൊ നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി ഇങ്ങനെ ചീറിപ്പാഞ്ഞ് അതുവഴി പോയി. the chief minister of Kerala is passing by. അപ്പൊ എന്നെ കാണുന്ന ഡ്രൈവർ നിർത്തണം വണ്ടി നിർത്താൻ പറഞ്ഞു. പുള്ളി ഒറ്റ ചവിട്ടി. And then the chief minister says, when he passed by me, he says, stop the car. അപ്പം പുള്ളി കാർ തുറന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് എന്റെ കയ്യെ പിടിച്ചിട്ട് ചോദിച്ചു എന്നെ ഇഷ്ടമുണ്ടോ? Amen. He comes out of the car and he's asking, do you love me? പുള്ളി ഒരിക്കലും ചോദിക്കത്തില്ല. He will never ask. നിങ്ങൾ ഭാവനെല്ലാം കണ്ടാൽ മതി ചോദിച്ചത്. Just in your imaginative mind, you can just think. അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ ഞാൻ അന്ന് വാട്സ്ആപ്പ് സ്റ്റാറ്റസ് ഇൻസ്റ്റയിൽ എല്ലാം പോസ്റ്റ് ചെയ്യും. കാരണം ചോദിച്ചത് ആരാണ്? കേരളത്തിന്റെ മുഖ്യമന്ത്രി. If this question gets asked to me, the moment this question is asked and replied, I will publicize it in all social media. നാട്ടും പുറത്ത് കിടക്കുന്ന എന്നോട് ചോദിച്ചു എന്നെ ഇഷ്ടമാണോ? അതൊരു അത്ഭുതമല്ലേ? A local native of that state, the chief minister is coming and asking, എന്റെ do you love me? നമ്മളെ കർത്താവ് തെരഞ്ഞെടുത്തെന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് സാധാരണമാണ്. Amen. സർവ്വ പ്രപഞ്ചത്തിന്റെ ഈ നാഥൻ Amen. ഏതും പോരാത്ത നമ്മളെ ഒന്നുമില്ലാത്ത നമ്മളെ തേടി വന്നെന്നൊക്കെ കേൾക്കുമ്പോ എന്നാ സന്തോഷം. Amen. When we hear these things that God chose us, God appointed us and all of that, it is so simple to us. But imagine He's the creator of the universe. തിരിച്ചറിയാൻ പറ്റാത്തതാണ് നമ്മുടെ പരാജയം. Amen. Our failure is that we cannot identify this God or realize the depth. സാറിനെ കുറിച്ച് നരേന്ദ്രമോദിയെക്കാളോ ഇവിടുത്തെ ഡൊണാൾഡ് ട്രംപിനെക്കാളും മഹാദൈവം അല്ലേ നമ്മെ വിളിച്ചേ? More than any man of the earth like Donald Trump or anybody on the earth, our God is a great God and He called us. എന്റെ പ്രിയപ്പെട്ടവർ ഞാനിത് തിരിച്ചറിയാത്തൊരു കാലം ഉണ്ടായിരുന്നു. There was a time in my life when I did not realize the greatness of my calling. എന്റെ പപ്പ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയതുകൊണ്ട് ഞങ്ങൾ പട്ടിണിയിലും ദാരിദ്ര്യത്തിലും പ്രയാസത്തിലും ആയി പോയി. Amen. When my father went into missions, we were in a place of hunger and utter poverty. അപ്പൊ ഞാൻ എപ്പോഴും ചിന്തിക്കുകയാണെന്ന് അറിയോ ഈ അപ്പം ചെയ്ത പണി ഞാൻ ചെയ്യത്തില്ല. I used to think this path that my dad took, I wouldn't follow that. പക്ഷെ എനിക്കറിയാം എന്റെ മേലെ നിയോഗം ഉണ്ടെന്ന്. But I know for sure in my heart at that point that I am appointed, I have a calling over my life. ഇതുപോലെ ഉപവാസപ്രാർത്ഥനയൊക്കെ വന്നിരിക്കുമ്പം എനിക്കൊരു പ്രശ്നം എന്നാന്ന് ചോദിച്ചാല് ഏത് പ്രവാചകം വന്നാലും ഞാൻ വിചാരിക്കും ഇങ്ങോട്ട് വരല്ലേ എന്ന് എത്ര ആഗ്രഹിച്ചാൽ ഇതിനെ കാറങ്ങേ തിരിഞ്ഞു വന്നിട്ട് തലേ കൈവച്ച് പറയാം നിന്നെ കർത്താവിന് വേണം. I have a problem with my life. When I think prophets, when they come to church, I think they shouldn't call me, they shouldn't point at me. They will somehow come and lay their hands on me and say there is a calling. പക്ഷെ ഞാൻ ചിന്തിച്ചറിയാം ഞാൻ പിടി കൊടുക്കത്തില്ല. But I'm thinking I wouldn't let God catch me. ഞാൻ മനസ്സിൽ ചിന്തിക്കുകയാണ് ഞാൻ ഈ കർത്താവ് തോന്നി
If I'm not available, what will God do? അപ്പൊ ഒരിക്കല് അപ്പൊ ഞാൻ ഈ ലോകത്തിന്റെ വഴി നടന്നു കുറെ കാലം. I went in the ways of the അപ്പൊ world എന്റെ for a very long ജീവിതത്തെ while. മാറ്റിമറിച്ചൊരു സംഭവം കൂടെ പറയാം. There is something that turned my life around. അപ്പൊ ICPF ക്യാമ്പ് അടക്കണം. സാർ ഇവിടെ ഉണ്ടല്ലോ. സാർ ICPF ദീർഘവർഷങ്ങൾ പ്രവർത്തിച്ച വൈസ് പ്രസിഡന്റ് അടക്കം പ്രവർത്തിച്ച ദൈവദാസനാണ്. Amen. അപ്പം ഞാൻ ഒരു ക്യാമ്പിൽ ഞാൻ പോകണം. ICPF ക്യാമ്പ്. There was an ICPF camp that was going on. അപ്പം എന്റെ കൂടെ ഉള്ളവർ പറഞ്ഞു നീ ചുമ്മാ ബോറടി അങ്ങ് മാറുന്നു പറഞ്ഞു പിടിച്ചോണ്ട് പോയതാണ്. അല്ലെ ഞാൻ നന്നാക്കാൻ കൊണ്ടുപോയൊന്നും അല്ല, നല്ല ഉദ്ദേശത്തിലുമല്ല പോയത്, പക്ഷെ പിടിച്ചോണ്ട് പോയി. There were a few friends of mine who asked me, come along with us, you will not be bored. Not in a good intention, but they pulled me and took me there. അകത്തോട്ട് കയറുന്നതിന് മുമ്പ് എനിക്കൊരു ഫയലും തന്നു. And before I got in there, they gave me a handle over a folder. ഞാൻ ആ ഫയൽ കൊണ്ട് ഏറ്റവും പുറകെ പോയിരിക്കുകയാണ്. I'm sitting at the last row in the sanctuary. അപ്പൊ ICPF ഡി ജോഷുവ സാറാ പ്രസംഗിക്കുന്നത്. There is ഡി ജോഷുവ D. Joshua is preaching there. അപ്പൊ പ്രസംഗിക്കും. പക്ഷെ എനിക്ക് പ്രസംഗം ഭയങ്കര ബോറായിട്ടാ തോന്നി. But this message was very boring for me. അപ്പൊ എനിക്ക് ഈ ബോറടി മാറണല്ലോ. അപ്പൊ ഞാൻ ചെയ്തൊരു പരിപാടി എന്ന് പറഞ്ഞാൽ ഈ ഫയൽ എടുത്തിട്ട് ബാക്ക് സൈഡിലുണ്ടല്ലോ ഒരു പിന്നെ ബൈബിൾ കോളേജിലെ പരസ്യമുണ്ട്. ആ പരസ്യത്തിനകത്തൊരു ഡയറക്ടർ ഫോട്ടോ ഉണ്ട്. ഞാൻ നോക്കി മീശയില്ല. ഞാൻ പരിപാടി മീശ വരയ്ക്കാം. I started drawing beard over a photo that was on the back page of that folder. അപ്പൊ ഞാൻ ഇങ്ങനെ മീശ വരച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനിടയിൽ ഈ പുള്ളി പറയുന്നൊന്നും ഞാൻ കേൾക്കുന്നൊന്നും. I'm in the process of drawing this beard. I'm not paying attention to what he's speaking. പക്ഷെ ജോഷുവ സാർ അതിനിടയിൽ കൂടെ ഒരു ദൂത് പറഞ്ഞു. But there around in that message he's saying a word. പ്രസംഗത്തിനിടയിൽ പറഞ്ഞ കാര്യമാണ്. In between the message he's saying. പറയാണ് മോനെ ഒരു യൂതയ്ക്ക് കർത്താവിനെ വേണ്ടെങ്കിൽ മറ്റൊരു യൂതയുടെ കയ്യിൽ തൂലിക കൊടുത്ത് എഴുതിപ്പിക്കാൻ കഴിവുള്ളവനാ ദൈവം. If one Judas does not need the pen that God has given him, the Lord will raise up another Jude. ഒരു ശൗലിന് കർത്താവിനെ വേണ്ടെങ്കിൽ മറ്റൊരു കരുത്തനായ ശൗലിനെ എഴുന്നേൽപ്പിച്ചിട്ട് ഇത് പ്രസംഗിപ്പിക്കുന്നവനാ ദൈവം. If one Saul rejected God, the Lord will raise up another Saul later on and the Lord will do his work. അദ്ദേഹം പറയാണ് ഒരു ശീമോൻ കർത്താവിനെ തള്ളി പറഞ്ഞ കർത്താവിനൊന്നും പറ്റില്ല. Amen. ആർക്കും വേണ്ടാത്ത ഒരു കുറേനക്കാരൻ ശീമോനെ വയലിൽ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ട് വന്നിട്ട് ക്രൂശ് ചുമപ്പിക്കുന്നവനാ ദൈവം. Amen. If one Simon decides to reject God and if he betrays God, the Lord will raise up another Simon from Cyrene and he carry the cross. അദ്ദേഹം പറയാണ് മോനെ ദൈവം നിനക്ക് തരുന്ന നിയോഗം നീ പിറങ്കാല് കൊണ്ട് തട്ടിത്തറിഞ്ഞ കർത്താവിനൊന്നും ഇല്ലടാ. അത് നഷ്ടമാകുന്നത് നിനക്കായിരിക്കും. Amen. And he is saying you will be at loss if you reject the calling of God on your life. God is not at loss. ഈ ദൂതന്റെ അകത്തേക്ക് കയറിയപ്പോൾ എനിക്ക് തോന്നിയ ഒരു ഫീലിംഗ് ഞാൻ പറയാം, പൊട്ടിക്കരയാനാണ്. This word hit me so hard and let me tell you the feeling that I had. I wanted to burst it out crying. ഞാൻ നോക്കിയപ്പോൾ എന്നെക്കാളും മികച്ച 3-4 ജനം എന്നെ കൊണ്ടുവന്നേക്കുന്നത്. ഞാൻ അവിടെ കാണാൻ ഇരുന്ന് കരഞ്ഞാൽ എന്റെ കാര്യം പോയി. അതുകൊണ്ട് ഞാൻ പിടിച്ചു നിന്നു. പക്ഷെ അത് 5 മിനിറ്റ് കൂടുതൽ നീണ്ടില്ല. ഞാൻ എഴുന്നേറ്റ് നിന്ന് പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു ഇനി ഞാൻ ജീവിക്കുന്നെങ്കിൽ എന്റെ യേശുവിന് വേണ്ടി ജീവിക്കും. But I was so conscious about people who were around me, the people who brought me in. I didn't want to cry, but I couldn't hold for more than 5 minutes, and I decided to give my life to Jesus. അന്ന് രാത്രിയാണ് എന്റെ ജീവിതം മാറി പറഞ്ഞത്. That is the night my life turned around. ഇന്ന് രാത്രിയിലെ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞൊരു പ്രവചന ദൂത് ഞാൻ പറയാം. Let me tell you a prophetic word what the Lord is telling me. ദൈവനിയോഗത്തിന്റെ പുതപ്പ് വീണ ചില ചെറുപ്പക്കാർ, ചില മാതാപിതാക്കൾ, സഹോദരങ്ങൾ ഇന്ന് രാത്രി ഇവിടുന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുക. Amen. There are some people who are listening to the word of God here, those who have the mantle of God upon you. പക്ഷെ ആളിക്കത്തേണ്ട സമയം കഴിഞ്ഞു. It is time that you have to catch fire. It is high time. എവിടെയൊക്കെയോ പുറകോട്ട് വലിക്കുന്നത് നിമിത്തം ചാരം മൂടിയ അവസ്ഥയില് ഇന്ന് രാത്രിയിൽ വരുന്ന വചനം കേൾക്കുമ്പോൾ സ്വർഗം പറയുന്ന ദൂതാണ്. സ്വർഗം ഇന്ന് രാത്രി ഒന്ന് ആളി കത്തിക്കാനാണ് ഇവിടെ കൊണ്ടുവന്നേ. Amen. When you are already supposed to be on fire, there is something that's holding you back. The Lord wants to വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവേ എന്നെ ഉണർവിന് വേണ്ടി ഒന്ന് കത്തിക്കണേ എന്ന ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവർക്കാണ് ദൈവത്തിന് സ്തോത്രം. I thank the Lord for people who are praying, Lord, ignite me for this entire revival. പരിശുദ്ധാത്മാവ് പറയാണ് ചിലരുടെ നിയോഗത്തിന്റെ പുതപ്പ് ഇന്ന് രാത്രി സ്വർഗം വിട്ടുക. The Lord is putting down his mantle over some people. പുതപ്പ് വീണ ചിലർക്കും കത്തിജ്വലിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ചാരം മൂടിയ അവസ്ഥയിൽ പക്ഷെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ തീ ചിലരുടെ മേൽ വന്നിട്ട് ആളി കത്തിക്കുക സ്വർഗം ചിലരെ. Powered up with ashes, the Lord is bringing down the fire of the Holy Spirit on some people to ignite them. ഒരു മഹാദൈവം ഒരു സാധാരണക്കാരനോട് ചോദിക്കാൻ വേണ്ടി ഇഷ്ടമാണ്. നല്ല അത്ഭുതമല്ലേ? A great God is asking an ordinary man, do you love me? Isn't it a miracle? പിന്നെ എനിക്ക് തോന്നിയ മറ്റൊരു കാര്യം, ഈ ചോദ്യം ചോദിച്ചത് ഇപ്പം ചോദിക്കുന്നതിനകത്ത് ഏതൊക്കെ സമയത്ത് ചോദിച്ചതിനേക്കാളും തന്റെ ഇടത്തോടെ ചോദിക്കുന്ന കർത്താവ്. And Jesus is asking this question with so much of testimony and so much of zeal that he never had before. യോഹന്നാന്റെ സുവിശേഷം 15:13 വാക്യത്തിൽ പറയാണ് സഹോദരന് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും വലിയ സ്നേഹം Amen. ഇല്ല.
Amen. In John chapter 15 verse 13, Jesus is saying, there is no greater love than laying down his life for a friend. 15:15 യോഹൻ 15:15 പറയാ, ഇനി നിങ്ങളെ ഞാൻ വിളിക്കാൻ പോകുന്ന ദാസനെന്നല്ല, Amen. In 15, സ്നേഹിതനെന്ന കാര്യം എന്റെ മനസ്സിലുള്ളതെല്ലാം ഞാൻ നിങ്ങളോട് പങ്കുവച്ചു. Amen. In John 15:15, he's saying, I'm no longer calling you a servant, I'm calling you my friend because I've shared my heart പക്ഷേ to you. കർത്താവ് ഇപ്പൊ ചോദിക്കുന്നത് ജീവൻ കൊടുത്തിട്ടാ തിരിച്ചു വന്ന് ചോദിക്കുന്നത്, But മോനെ today- സ്നേഹിക്കണേ. Amen. But today Jesus is asking this question after he laying down his life for his people, and then he's resurrected and asking this question. അഖിലാസ് പാസ്റ്റർ എല്ലാവർക്കും ഇഷ്ടമാണ്. Amen. Everybody loves Pastor Achilles. പ്രശ്നമൊന്നും ഉണ്ടാക്കാനല്ല, എങ്കിലും ചോദിക്കാൻ എല്ലാവർക്കും ഇഷ്ടമില്ല. എന്നാൽ അഖിലാസ് പാസ്റ്റർക്ക് വേണമെങ്കിൽ അഖിലാസ് പാസ്റ്റർ കൊണ്ട് ഞാൻ ചാവും എന്നുള്ളവരുടെ കൈവക്കി. Amen. How many of you will say, I will die for Pastor Achilles? Can you raise your hand? ആരും ഇല്ല. അമ്മാമ്മ വന്നായിരുന്നെങ്കിലും കൈവക്കൊന്നും പ്രതീക്ഷിക്കരുത്. അവിടെ ഇപ്പോണ്ടോ? കൈവക്കില്ലല്ലോ. ഇല്ല, ഞാൻ കണ്ടില്ല. സേഫ് ആണല്ലോ. അല്ല അത് അമ്മമ്മ കുറ്റം പറഞ്ഞ കാര്യമില്ല. എൻ്റെ ഭാര്യ ആണേലും വേറെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ഇങ്ങനെ കൈവക്കി വെച്ചേക്കുന്നത് ഇത് കേൾക്കുമ്പോൾ ആരോട്ടം അങ്ങനൊന്നും ആർക്കും വേണ്ടി ആരും ചാവത്തൊന്നുമില്ല. Even if it's my wife, she may not raise her hand when I ask, are you ready to die for pastor? And nobody of such ordinary love will do that. അപ്പം ചെയ്യില്ല. അതുകൊണ്ടല്ലേ ഞങ്ങൾ ഭാര്യയെ കുറിച്ച് പ്രസംഗിക്കാത്തത്. അതുകൊണ്ടല്ലേ ഞങ്ങൾ ഇവിടെയുള്ള ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുവിനെ കുറിച്ച്. എന്താ കാര്യം അറിയാം? ജീവൻ തന്നത്, ചങ്ക് പിളർന്നത് കർത്താവല്ലാതെ വേറെ ആരുമില്ല. Amen. That is exactly why we don't preach about our wives. We only preach about Jesus because he is the only one who laid down his life for me. 5 കോടതികളും 6 പ്രാവശ്യം മാറി മാറി വിസ്തരിച്ചിട്ടും തെറ്റില്ലെന്ന് മാത്രമല്ല നീതിമാനാന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ട് പോലും ഞാൻ നീതിമാനാണ് എന്ന് പറഞ്ഞ് എന്റെ കർത്താവ് ഇറങ്ങിപ്പോയില്ല. Amen. When all the courts around there certified that he is a holy man, he is a sincere man, still God did not claim that he is so. കർത്താവിനറിയാം കർത്താവ് നിന്നത് തനിക്ക് വേണ്ടിയല്ല, ഈ പ്രസംഗിക്കുന്നത് എനിക്ക് വേണ്ടിയാണ്. Amen. Jesus well ahead knew in his heart that he's not standing out for എന്റെ himself, പ്രിയപ്പെട്ടവരെ, doing it for us. അടിച്ചു പുറം പൊളിക്കുമ്പോഴും ഈ പീലാത്തോസ് അടിച്ചിട്ട് തിരിച്ചുകൊണ്ട് നിർത്തിയിട്ട് ആ മനുഷ്യൻ ഇതാ എന്ന് പറഞ്ഞ കൊണ്ടുപോയ പരുവത്തിലല്ല കൊണ്ടുവന്ന് നിർത്തിയത്. പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, ശരീരം ഉഴവ് ചാൽ പോലെ കീറിയെന്ന്. പാടത്തും പറമ്പിലൊക്കെ പണിയെടുക്കുന്നവർക്കറിയാം ഉഴവ് ചാൽ എങ്ങനാന്ന്. അതുപോലെ ശരീരം കീറപ്പെട്ടത് എന്നെ അത്രമാത്രം സ്നേഹിച്ചത് കൊണ്ട്. His body was so broken just for us. പാഷൻ ഓഫ് ക്രൈസ്റ്റ് ഈ ഒരു കോൺടെസ്റ്റിൽ എടുത്തത്, അമേരിക്കൻ കോൺടെസ്റ്റിൽ ഇറക്കിയതാണ്. പക്ഷേ ആ സംവിധായകന്റെ ലക്ഷ്യം നമ്മളാരും രക്ഷിക്കപ്പെടണമെന്ന് വിചാരിച്ചൊന്നും അല്ല. പക്ഷേ എന്നാലും ഒരു പെർഫെക്ഷനിസ്റ്റാണ്. അപ്പം അദ്ദേഹം ഈജിപ്തിൽ നിന്നാണ് ഈ പടയാളികളെ കൊണ്ടുവരുന്നത്. എന്നിട്ട് അതിൻ്റെ ചാട്ടവാർ ഉണ്ടാക്കിയത് ജോസഫ് എന്ന ചരിത്രകാരൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതുപോലാണ്. റോമൻ നാണയങ്ങളും ഈയക്കട്ടകളും ഇരുമ്പ് കഷ്ണങ്ങളൊക്കെ ചേർത്ത് നല്ല ചാട്ടവാർ ഉണ്ടാക്കി. Amen. When Passion of Christ was in making, the director was a perfectionist. It is made in an American context, but when they were making that whip, it was according to what the word was mentioned. അപ്പം യേശുവിന് പകരം അഭിനയിച്ച ജിം എന്ന് പറയുന്ന ഒരു നടനാണ്. Jesus was portrayed by an actor called Jim. അപ്പം ഇദ്ദേഹത്തെ അട്ടിക്കണം, ഇതും വെച്ച് അടിച്ചു കഴിഞ്ഞാൽ ചത്തു. അപ്പം അത് ചെയ്തൊരു കാര്യം ആർട്ടിഫിഷ്യൽ സ്കിന്നാ പൊതിഞ്ഞ് പുറത്ത്. This person has to be beaten up, but if you get beaten up with this whip, you are no longer alive, so they put artificial skin around it. ആർട്ടിഫിഷ്യൽ സ്കിന്നിലൊത്ത് അടിക്കുന്നേ. They're beating him on that artificial skin. പക്ഷെ ഒരബദ്ധം പറ്റി, ഒരടി ഈ സ്കിൻ തുളച്ചിട്ട് ശരത്തോട് കയറി. I mean, there was something that happened by chance. This artificial skin broke and it hit him on his real body. മനോരമന്റെ ഫീച്ചറിനകത്ത് വായിച്ചതാണ്. പിന്നെ 2.5 മാസം ഷൂട്ടിംഗ് ഇല്ലായിരുന്നു. I read this in a feature in a newspaper in Kerala. അതുപോലെ ഭയാനകമായിരുന്ന അനുഭവം. Then for the next 2.5 months, they couldn't shoot the rest of the film because he was injured. എന്നാൽ നിന്നെയും എന്നെ സ്നേഹിച്ചിട്ട് But God loved us. കർത്താവ് അടികൊണ്ടത് ആർട്ടിഫിഷ്യൽ സ്കിന്നിലല്ല. And he did not get beaten up on any artificial skin. 33.5 വയസ്സുള്ള ചെറുപ്പക്കാരന്റെ ചോര തിളയ്ക്കുന്ന പ്രായത്തിൽ ആ പച്ച ശരീരത്തിൽ ഓരോ അടിയും കൊള്ളുമ്പോ ഒരു പ്രാവശ്യം പോലും തിരിഞ്ഞു നിന്ന് എന്തിനാ എന്നെ അടിക്കുന്നതെന്ന് എന്റെ കർത്താവ് ചോദിക്കാതിരുന്നത് നമ്മെ അത്രമാത്രം സ്നേഹിച്ചത് കൊണ്ടാണ്. At that young time of 33, Jesus got beaten up on his own body, and he did not even ask once, why are you beating me? ആ പാരമേറിയ മരക്കുരിശും തോളിൽ വഹിച്ചുകൊണ്ട് വീണ്ടും എഴുന്നേറ്റും ഗോൽഗോത്താവിലേക്ക് നടന്നു പോയിട്ട് നീയും എന്നെ കൈവിട്ടത് എന്ത് എന്ന് ഉറക്ക നിലവിളിച്ച് പ്രാണനെ വിട്ടത് അത്രമാത്രം നമ്മെ സ്നേഹിച്ചത് കൊണ്ടാണെങ്കിൽ ഇന്ന് രാത്രിയിലും ആ സ്നേഹം ഉള്ളിൽ കത്തുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ, ആ ദൈവ സ്നേഹം അകത്ത് വ്യാപരിക്കുന്നുണ്ടെങ്കിൽ അല്പസമയം ആത്മനിറവിൽ കർത്താവിനെ ഒന്ന് ആരാധിക്കും. He
He carried the most heaviest cross and walked up to Golgotha, thinking about us. If you realize His love, put your hands together and praise God. ഇത്രമാത്രം സ്നേഹിച്ച വേറൊരു ദൈവം ഇല്ല. There is no other God who loved us more than Him. ഇന്ന് രാത്രി നമ്മൾ അനുഭവിക്കുന്ന സകല സന്തോഷവും അത് നിമിത്തമാണെന്ന് ഉറപ്പുള്ളവർക്കായിട്ട് ദൈവത്തിന് സ്തോത്രം. I thank the Lord for people who realize all the joy in our life, the source is God Himself. നമ്മളെ സ്നേഹിച്ചത് ചുമ്മാ സ്നേഹിച്ചതല്ല, സ്വന്തം രക്തം തന്നാ സ്നേഹിച്ചത്. He laid down His life. He gave His own blood for us. എന്റെ മനസ്സിൽ വന്ന മറ്റൊരു വലിയ സന്തോഷം എന്നറിയും, ആ ദൂത് കർത്താവ് എനിക്ക് നൽകിയപ്പോൾ ഞാൻ റൂമിനകത്തിരുന്ന് കരഞ്ഞുകൊണ്ടാണ് ആ ദൂത് കർത്താവിനെ ഞാൻ സ്വീകരിച്ചത്. When I received this word from the Lord, I was in my tears in my knees. ഇതുപോലൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു 3.5 വർഷം മുമ്പ്. Before 3.5 years, there was another അന്ന് experience. മീൻ പിടിച്ചോണ്ട് നടന്നതായി കക്ഷികൾ. These people were actually fishing. പിടിച്ചിങ്ങോട്ട് ഇറക്കിയിട്ട് പറഞ്ഞു, മോനെ ഇനി നിന്റെ പണി മീൻ പിടുത്തം അല്ലടാ, മനുഷ്യനെ പിടിക്കാൻ ഇറക്കുക. And God, Jesus is saying, now you don't have to fish anymore. I'm going to make you fishers of പഴയ men. പണിക്ക് പോകരുതെന്ന് പറഞ്ഞ് ഇറക്കിക്കൊണ്ട് വന്നു. And Jesus instructed them, don't go back to what you were doing. പക്ഷെ ഇപ്പോഴോ But now ആ പഴയ പണിക്ക് പോയി. they're back in their old profession. കർത്താവിന്റെ വാക്കിനെ പിറങ്കാൽ കൊണ്ട് തട്ടി എറിഞ്ഞിട്ടൊരു പോക്ക്. They ignored the word and the instruction of Jesus that was given to them. ആ വാക്കിനെ വെല്ലുവിളിച്ചോണ്ടൊരു പോക്ക്. They were challenging that instruction. ഇനി ചോദ്യം നിങ്ങളോട് ചോദിക്കുകയാണ്, അങ്ങനെ പോയിട്ട് വല്ല ഗുണം ഉണ്ടായോ? And did they get any profit in going അവിടെ എഴുതി back? വെച്ചു, രാത്രി മുഴുവൻ Amen. അധ്വാനിച്ചിട്ടും ഒന്നും It കിട്ടി. is clearly written there, they toiled the entire night, but they did not get ഇനി anything. നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, യേശുവിന്റെ സ്ഥാനത്ത് നമ്മൾ അറിഞ്ഞ ഒരു കൊച്ചു സന്തോഷം വരത്തില്ലയോ? Amen. If it was us in the shoes of Jesus, wouldn't we be happy? മനസ്സിലായോ പറഞ്ഞു? ഞാൻ ഒരു ഉദാഹരണം പറയാം. I'll say an example. അഖിലാസ് പാസ്റ്റർ കൂടെ നിൽക്കിയ ഒരാള്, Pastor Achilles, there is somebody standing with him. അദ്ദേഹം ഒരു പ്രസ്ഥാനത്തിന്റെ ഇതാണ്, കൂടെ നിൽക്കുകയാണ്, മക്കളെ പോലെ സ്നേഹിച്ചു. Amen. He loved like their own children. എന്നിട്ട് ചോദിച്ചതെല്ലാം കൊടുത്തു. He gave everything that person needs. കൂടെ കൈ പിടിച്ച് കൊണ്ടുവന്നതാ. He's a person who is hand in hand with പക്ഷെ Pastor ഒരു Achilles. ദിവസം അദ്ദേഹത്തെ തട്ടിയിട്ട് എന്റെ ഒടിഞ്ഞു പോയിരുന്നു. But one person that person ended up betraying Pastor Achilles and went with him. പക്ഷെ എന്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ ഉഗ്രം പണി തിരിച്ചാൻ കൊടുത്തു. When he came with me and when he came with me, I betrayed him. ഈ വന്ന പുള്ളിക്ക് I betrayed that person who came with me. പാസ്റ്റർക്ക് ഒരു സന്തോഷം വരത്തില്ലയോ? And will Pastor Achilles not feel happy? അപ്പൊ നിങ്ങളുടെ ഇരിപ്പ് കണ്ടപ്പോൾ നിങ്ങൾക്ക് ആ യേശുവിന്റെ മനസ്സുള്ളത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം. I thank the Lord for all of you carry the heart of Jesus because you're not പക്ഷെ happy. മാനുഷികമായിട്ട് എനിക്കൊരു കൊച്ചു മനസ്സുഖം തോന്നും. But humanly, I will feel good. കിട്ടട്ടാ, എനിക്ക് ഇട്ട് തന്നിട്ട് പോയല്ലേ, അവിടെ ചെന്ന് പണി കിട്ടട്ടെ, ഒരു സന്തോഷം. You betrayed me, so you also got betrayed. പക്ഷെ യേശുവിന്റെ സ്നേഹം ഞാൻ കണ്ടെങ്കിലെന്നറിയോ? But do you know how I saw the love of Jesus? കർത്താവിനെ പിറങ്കാലം കൊണ്ട് തട്ടി എറിഞ്ഞിട്ട് പോയിട്ട് ഉഗ്രം പണി കിട്ടി തകർന്ന് തരിപ്പണമായിട്ടിരിക്കുമ്പോ അവരെ തേടി അങ്ങോട്ട് ചെന്നു. Amen. This person who betrayed Jesus and he is at his utter failure, Jesus is going in search of that person. ചെയ്തത് തെറ്റാണെങ്കിൽ നിങ്ങൾ ആ വാക്യം എടുത്ത് പലവരെ വായിച്ചു നോക്ക്, ഒരു കുത്തുവാക്ക് പോലും പറഞ്ഞില്ല. Amen. Even repeat, go ahead and read those words over and over again. You won't even see God using a wrong term to address them. ഒരു വാക്കു കൊണ്ടുപോലും നോവിച്ചില്ല. He did not even poke them or put them in pain even by a word. ചെയ്തത് തെറ്റാണെങ്കിലും വലം നിറച്ചു കൊടുത്തു. Amen. Even though what they did was wrong, the Lord filled their net. വള്ളം നിറച്ചു കൊടുത്തു. He filled their boats. വിശന്ന് കേറി വന്നപ്പോ വയറ് നിറച്ച ആഹാരം കൊടുത്തു. They were so hungry when they came back to the shore, the Lord provided them food. എന്നിട്ട് പറഞ്ഞു, ഇനിയേലും എന്നെ സ്നേഹിക്കുക. And now Jesus is asking, at least now love me. ഇത് പറയുമ്പോൾ ഇവിടത്തുള്ളവരുടെ അനുഭവമാണെന്ന് വിചാരിച്ച് ഞാൻ പറയാണ്. I'm just saying because I think this is your experience in your ചോദിച്ചത് testimony. മാത്രം കിട്ടിയവരല്ല ഇവിടെ ഇരിക്കുന്നത്. Amen. There are people who not only received that you asked for. അർഹിച്ചത് മാത്രം കിട്ടിയവരല്ല ഇതിനകത്തിരിക്കുന്നത്. There are no people sitting here that you received only what you deserve. യോഗ്യതയുള്ളത് മാത്രമല്ല ലഭിച്ചത്. You did not only receive what you were capable of. ചോദിക്കാത്തതും അർഹിക്കാത്തതും യോഗ്യതയില്ലാത്തതും പോലും തന്ന് കർത്താവ് മാനിച്ചെങ്കിൽ ആ സ്നേഹത്തിന് എന്ത് പേര് പറയും? How much of a great love will we call that he showered all the blessing that we were undeserving and that we did not ask for. ഇത് ആത്മീയ നന്മയെ കുറിച്ച് മാത്രമല്ല പറയുന്നത്. This is not just about spiritual ഇവിടെ blessing. എനിക്ക് സന്തോഷമുള്ള ഒത്തിരി പിതാക്കന്മാരും മാതാക്കളും ഉണ്ട്. There are a lot of fathers and mothers that are ഈ dearly loved. രാജ്യത്തെ കാലുകുത്തുമെന്ന് സ്വപ്നത്തിൽ ചിന്തിച്ചല്ല. Amen. There are fathers who never thought in their wildest dreams they ഈ would stand here. രാജ്യത്ത് വന്നപ്പോ പോലും പെട്ടുപോകുമെന്ന് ചിന്തിച്ചവരുണ്ട്. There were people who thought they're trapped in this country. തലമുറകളെ എങ്ങനെ പഠിപ്പിക്കും, എങ്ങനെ കല്യാണം കഴിപ്പിച്ചയക്കും, ഇതൊക്കെ ചിന്തിച്ചൊരു കാലമുണ്ട്. They were so worried about their future and their generation. ഇന്ന് നല്ല ഒന്നാന്തരം വീട്ടിൽ താമസിക്കുന്ന അവിടെ വല്യപ്പച്ചമാരും കുടിലിൽ കിടന്നവരുണ്ട്. But today there are people who are living in houses, good houses, but they had forefathers who lived in huts. തകർത്ത് കളയാതെ നശിപ്പിച്ച് കളയാതെ ഇവിടെ കൊണ്ടുവന്ന അന്തസ്സോടെ നിർത്തിയെങ്കിൽ
അത് തമ്പുരാന്റെ കൃപയാണെന്ന് ഇന്ന് രാത്രി തിരിച്ചറിയുന്ന നന്മകൾ, ആ ദൈവിക നന്മകൾ ഓർത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കാം. But if you realize it is just the grace and the provision and the love of God that brought us thus far, praise God without ceasing and hesitation. ദൈവസ്നേഹം അനുഭവിക്കുന്നവർ മാത്രം കർത്താവിനെ സ്തുതിച്ചാൽ. Only those people who experience the love of God. ദൈവസ്നേഹം അനുഭവിക്കുന്നവർ മാത്രം കർത്താവിനെ സ്തുതിച്ചാൽ. Only people who experience the love. പക്ഷെ കർത്താവ് ചോദിച്ചു, ഒരു 3 പ്രാവശ്യം ചോദിക്കുമ്പോഴും പറഞ്ഞ കാര്യം കൂടെ പറഞ്ഞു നിർത്താൻ പോവാണ്. Jesus asked why. I'm going to tell why he asked thrice. എന്റെ ആടുകളെ മേയ്ക്കാം, എന്റെ ആടുകളെ മേയ്ക്കാം. Lead my sheep. എന്ന് പറഞ്ഞാൽ നിന്നെക്കൊണ്ടൊരു ദൗത്യമുണ്ട്, അത് ഏറ്റെടുത്തില്ലെങ്കിൽ ഞാൻ നിന്നെ സ്നേഹിച്ചതിനൊരു അർത്ഥമില്ല മോനെ. Lead my sheep. I have a purpose over your life. There is no point I poured out my love if you don't take my purpose. ഞാൻ പറഞ്ഞതിന്റെ ബാക്കി ഞാൻ പറയാണ്. കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത് കൊട്ടിപ്പാടി തീർക്കാനല്ല, സ്നേഹിച്ച കർത്താവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ. Amen. If the Lord has called us not to simply worship and go back home, but to do what the Lord has called us to do. നമ്മളെ പോലെ അരിഷ്ടന്മാർ വേറെ ഇല്ല. If we are not able to do that, there are no other unloving people like us. ദൈവസ്നേഹം തിരിച്ചറിയുന്നവർക്കാട്ട് ദൈവത്തിന് സ്തോത്രം. I thank the Lord for you who realize the love of God. കുഞ്ഞുങ്ങൾ യൗവനക്കാരൊക്കെ ഇരുന്ന് വചനം കേൾക്കുക. There are a lot of kids and youths who are listening. പ്രിയപ്പെട്ടവരെ, ലോകത്തിലെ സകല സ്നേഹവും നിൽക്കും. All the love in the world will cease. നിലനിൽക്കുന്നത് യേശുവിന്റെ സ്നേഹമേ ഉള്ളൂ. There is